ഇവിടുന്ന് ആൾക്കാർ മറ്റ് പല വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നല്ല ആൾക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കാഴ്ചവെക്കുന്നില്ല. ചൈനയുടെ സപ്പോർട്ടില്ലാതെ ഒരു വേൾഡ് എക്കണോമിക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അമേരിക്കക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. ചൈനയിൽ ജോലി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കമ്പനിയിൽ പോലും നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ബ്രദർ ആണെങ്കിൽ പോലും ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. 100% നമുക്ക് ഓൺ ചെയ്യാം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഭയങ്കര പാടാണ്. ചൈനയിൽ ലേബർ ചീപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചൈനയിലില്ല. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചൈനക്കാർക്കാണെങ്കിലും ഇന്ത്യക്കാർക്കാണെന്നുണ്ടെങ്കിലും വിദേശികൾക്കാണെങ്കിലും 100% കമ്പനി യു ക്യാൻ ഓൺ. അത് റോബോട്ടിക് ആണെങ്കിലും ഇത് മാനുഫാക്ചർ ഉണ്ട്. അതുകൊണ്ടും അമേരിക്കയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ റോബോട്ട്സിന് ചൈന ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ് ചൈന. ഞാൻ എപ്പോൾ ചൈനയെ കുറിച്ച് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റുകൾ പറയാറുണ്ട്. ചൈന ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ചീപ്പ് ലേബറിന് പേര് കേട്ട സ്ഥലമാണ്, ചൈന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ചൈനയിൽ 2-3 തവണ പോയപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഡോക്ടർ നൗഷാദ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 20 വർഷമായിട്ട് ചൈനയിൽ ജീവിക്കുന്ന ആളാണ്. ചൈനയിൽ സ്വന്തമായിട്ട് ഫാക്ടറി അങ്ങനത്തെ ബിസിനസ് എല്ലാം ഉണ്ട്. അതുപോലെ വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളതും ചൈനയിൽ നിന്നാണ്, മക്കൾ ചൈനീസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെയും അതുപോലെ ഞാൻ കണ്ട ചൈനയെക്കുറിച്ചൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ ചൈനയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചും പറയാം, അദ്ദേഹത്തിൻ്റെതും പറയാം. പുള്ളിയെ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചൈനയിൽ എത്തുന്നവരേക്കുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത്. ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫെസിലിറ്റേഷൻ ചെയ്യുന്നത് നൗഷാദ് ഖാൻ്റെ കമ്പനിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എല്ലാം ചെയ്തത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. അതിൻ്റെ ഈ വർഷത്തെ എഡിഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഡിസ്കഷൻ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചൈനയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അതിനുശേഷം ഒരു തീരുമാനമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നൗഷാദ് ഖാനോട് അദ്ദേഹം എങ്ങനെ ചൈനയിൽ എത്തിപ്പെട്ടു. അദ്ദേഹം ഡോക്ടർ നൗഷാദാണ് ആക്ച്വലി. ചൈനയിൽ MBBS പഠിക്കാൻ വേണ്ടി പോയ ആളാണ്. ഇപ്പോൾ ഇന്ന് സ്മാർട്ട് ഇലക്ട്രോണിക്സും മറ്റുമൊക്കെ ആയിട്ട് മേഖലയിൽ ഏകദേശം 500-ലധികം സ്റ്റാഫൊക്കെയുള്ള ചൈനീസ് സ്റ്റാഫൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കമ്പനി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചൈന എക്സ്പീരിയൻസും തുടങ്ങാം. പിന്നീട് ഞാൻ കുറേ ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിലുള്ള ഒരുപാട് ധാരണകളുണ്ടല്ലോ, അത് തെറ്റിദ്ധാരണയാണോ എന്നുള്ളത് നമുക്ക് പുള്ളിയോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നൗഷാദ് ഖാൻ്റെ എക്സ്പീരിയൻസും തുടങ്ങാം. നിങ്ങൾ എങ്ങനെ ചൈനയിൽ എത്തിപ്പെട്ടു? ഒരു 20 വർഷം മുൻപ് നമ്മൾ ചൈനയിൽ പോയി എന്ന് പറയുമ്പോൾ MBBS പഠിക്കാനെങ്കിൽ അന്ന് തന്നെ ഒരു ചൈന ഫേവർ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈജിപ്റ്റ്, ജോർജിയ, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചൈന ട്രെൻഡ് അന്ന് തുടങ്ങിയതാണോ, അതോ നിങ്ങൾ പോകുന്ന കാലത്ത് അത് അത്ര കോമൺ ആയിരുന്നോ? ഞാൻ പോകുന്ന കാലത്ത് അത്ര കോമൺ അല്ല. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ആ സമയത്ത് പോകുന്നുള്ളൂ. അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചൈനയിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം 2005 ഞാൻ നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 20 വർഷമായി. അപ്പോൾ അവിടെ മെഡിസിൻ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്ത്യയിലേക്ക് വന്നു, ഇവിടെ കുറച്ച് പ്രാക്ടീസ് ചെയ്തു. തിരിച്ച് വീണ്ടും ഞാൻ ചൈനയിലോട്ട് പോയി. പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും പോയി. പിന്നെ ഞാൻ അവിടെ സെറ്റിലായി. അതാണ് നമ്മുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് ഈ സ്മാർട്ട് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വന്നത്? അത് ഡോക്ടർ ജോലി ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ വരുന്നത് ചൈനയിൽ നിന്നാണല്ലോ. അപ്പോൾ എല്ലാ ടെക്നോളജിയും അവിടുത്തെ ഒരു ഡെവലപ്മെൻ്റ് എല്ലാം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 5 വർഷം നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു നല്ലൊരു പാഷൻ ഡെവലപ്പ് ചെയ്തു മനസ്സിൻ്റെ അകത്ത്. ഒരു ബിസിനസ് ആവണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ വന്നു ഒരു 9-10 മാസം ഞാനിവിടെ പ്രാക്ടീസ് ചെയ്തു. എന്തോ ഒന്ന് ക്ലിയർ ആവുന്നില്ല എനിക്ക്. അപ്പോൾ ഒരു കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ചൈനയിലേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നു. ഞാനൊരു ചൈനീസ് കമ്പനിയിൽ ജോയിൻ ചെയ്തു, ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അവർ എന്നെ ആഫ്രിക്കയിലേക്ക് വിട്ടു. 2 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കെനിയ, ഉഗാണ്ട, നൈജീരിയ അങ്ങനെ ഒരുപാട് രാജ്യത്ത് പോയി. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് ഫീൽഡിലായിരുന്നു. ബേസിക്കലി അപ്പോഴേക്കും നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ്ലി വിട്ടിട്ടില്ല. അന്നേരത്ത് ഞാൻ ഒരു ഷെൻജൻ ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ 2010 ശേഷം കുറച്ച് കാലം ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഒരു 8 മാസം 10 മാസം ഏകദേശം. അതായത് 2010 ലാസ്റ്റ് ആകുമ്പോഴേക്കും തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയി.
ചൈനയിലിട്ട് പോയി. എന്നിട്ട് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആ ജേണി ഏകദേശം മറ്റുള്ള കമ്പനികളിൽ ജോലി ചെയ്യുക എന്നുള്ള ജേണി ഏകദേശം 2014 വരെ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം ഞാൻ ചൈനീസ് കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ 2012 മുതൽ 2014 സമയം വരെ ഞാൻ ഒരു ഫോർച്യുനേറ്റ് എന്ന് പറയാം. ഞാൻ പിന്നെ മുമ്പത്തെ ആപ്പിളിൻ്റെ CEO ജോൺ സ്കെല്ലിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഒരു 2 വർഷത്തോളം. ഈ ചൈനയിൽ ശരിക്കും ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നത് അത്ര ഈസിയാണോ? ഒരു പെർസെപ്ഷൻ എന്താ വെച്ചാൽ ചൈനയിൽ തന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ അവിടുന്ന് ഇന്ത്യക്കാർക്ക് എങ്ങനെയാ ജോലി കിട്ടുന്നത്? അല്ലെങ്കിൽ നമ്മൾ എടുക്കും അവരൊക്കെ ജോലിക്ക് എടുക്കും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മളെ കൂടുതൽ ചിലപ്പം ആവശ്യമായിട്ടാവില്ല. പക്ഷെ എങ്കിലും വലിയ കമ്പനികൾ IBM അല്ലെങ്കിൽ ഹുവാവൈ, ഷോമി അങ്ങനെയുള്ള വലിയ കമ്പനികൾ, ആ സമയത്ത് ഷോമി ഒന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ IBM അല്ലെങ്കിൽ ഹുവാവൈ പോലത്തെ കമ്പനികളിൽ ഒരുപാട് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് IT കഴിഞ്ഞ രണ്ടാമത് വരുന്ന മേഖലയാണ് ബിസിനസ് ഡെവലപ്മെന്റ്. കാരണം ചൈന ഒരു കുതിച്ചുചാട്ടം നടത്തുന്ന സമയത്തൊക്കെയാണ് കാരണം ഞാൻ പോകുന്ന സമയത്താണ് ശരിക്കും ഈ ഫോണുകളും കാര്യങ്ങളും, അന്ന് 2G ഫോണുകളാണ്, പിന്നെ അത് കഴിഞ്ഞ് 3G ആയി, 4G ആയി, 5G ആയി. അപ്പോൾ ഒരു വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്ന സമയമാണ് ഞാനൊക്കെ അവിടെ പോകുന്ന സമയം. അപ്പോൾ ആ സമയത്ത് തന്നെ ഏകദേശം ചൈനീസ് ബ്രാൻഡുകൾ ഇന്ത്യയിൽ ആഫ്റ്റർ നോക്കിയ ഒരു മാസം 3 മില്യൺ ഫോണുകളൊക്കെ വിൽക്കുന്ന ബ്രാൻഡുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സെയിൽസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഇന്ത്യൻസും അല്ലെങ്കിൽ മറ്റ് പല രാജ്യത്തുള്ള ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവിടെ നമുക്ക് ഇൻറ്റേർണലി മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചൈനീസ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ ജനറലി ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കും. പക്ഷെ ഞാനിപ്പോൾ റീസെന്റ് ചൈനയിൽ വന്നപ്പോഴും വലിയൊരു ശതമാനത്തിനും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇവർക്ക് ഇവരുടെ മാതൃഭാഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇംഗ്ലീഷ് പഠിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചൈനീസ് പഠിക്കുകയാണെങ്കിൽ അല്ലാതെ അവർ ഇംഗ്ലീഷ് പഠിക്കില്ല എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ലോകത്തെ ഏത് രാജ്യത്തേക്കും ഒരുവിധം നമുക്ക് ഇംഗ്ലീഷ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഏഷ്യൻ സൈഡിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ മുൻപ് ഞാൻ ഇവിടെ തായ്ലൻഡിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കും അല്ലാണ്ട് ഇംഗ്ലീഷ് അറിയില്ല, അവരുടെ ഭാഷയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചൈനയിലേക്ക് പോകുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഭയങ്കര പ്രകടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷിക്ക് വരാത്ത? ലൈക്ക് അവർക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ഗ്ലോബലി ഈ ഭാഷ കൊണ്ട് ഒരുപാട് എഡ്ജില്ലേ? ഒന്നാമത് അവർ മുമ്പ് കാലങ്ങളിൽ കൂടുതൽ ഇംഗ്ലീഷിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു റീസൺ. രണ്ടാമത് അവർക്ക് പാട്രിയോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇൻ ദെയർ ബ്ലഡിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മറ്റുള്ള രാജ്യക്കാരെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ മുതൽ തന്നെ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് രാജ്യസ്നേഹം, മറ്റുള്ളവരെ എങ്ങനെ കെയർ ചെയ്യാം, എങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം, നമ്മുടെ സൊസൈറ്റീനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മുടെ ഒരു ക്ലീൻ എൻവയോൺമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത് ചെറുപ്പം മുതലേ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പോലും ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാ ഭാഗങ്ങളും ഭയങ്കര ക്ലീൻ ആയിരിക്കും. അവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും, ഹൈ എൻഡ് ആണെന്നുണ്ടെങ്കിലും, ലോ എൻഡ് ആണെന്നുണ്ടെങ്കിലും, അതായത് ഫാക്ടറിയിലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ദേ ആർ വെരി ഡെഡിക്കേറ്റഡ്. ആ ജോലിയിൽ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പോലും ആരാ എടുത്തു വന്നുള്ളതെന്ന് പോലും ഒരു ചിലപ്പം അവർക്ക് അറിയില്ല. നമ്മൾ ഫാക്ടറി വിസിറ്റിന്റെ സമയത്ത് ഞാനിങ്ങനെ നോക്കിയിരുന്നു, ആരും ഫോണൊന്നും ആരുടെയും വർക്ക് സ്പേസിലില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സൈഡിൽ ഫോൺ ഉണ്ടാവും, ഇടയ്ക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. ഇവിടെ ജനറലി ഉണ്ട്. പക്ഷെ അവിടെ ഓഫീസ് ജോലി ചെയ്യുന്ന ആരുടെ അടുത്ത്, നമ്മൾ ഫാക്ടറിയിലാണ് പോയത്, പക്ഷെ ഫാക്ടറിന്റെ ലൈക്ക് വർക്കേഴ്സ് ഉള്ള ഏരിയ ഉണ്ട്, ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരുള്ള ഏരിയ ഉണ്ട്. പക്ഷെ രണ്ട് ഭാഗത്തും ജനറലി കണ്ടൊരു കാര്യം, ഫോണിന് അത്ര പ്രാധാന്യം കൊടുക്കണില്ല. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻ വല്ലതും ഉണ്ടോ? റെഗുലേഷൻസ് ഒന്നുമില്ല. ഇറ്റ്സ് ദെയർ ഹാബിറ്റ്. അവരൊരു കൾച്ചറിന്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയാം. അപ്പോൾ അവർ ചെയ്ത ജോലി വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. അപ്പോൾ അതിന് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കൊടുക്കും. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ഇൻസ്റ്റാഗ്രാം അല്ല, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യമാണെന്നുണ്ടെങ്കിൽ മറ്റു പല രാജ്യത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട്. ഇത് പ്രൊഡക്റ്റീവ് അല്ലാത്ത സമയം. അല്ല, ഇതിനെ കുറിച്ച് ഒരു അസസ്മെന്റ് ആണ്, ഇത് എത്ര ഡാറ്റാ ബേസ്ഡ് അല്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നാട്ടിലെ ഡാറ്റ അൺലിമിറ്റഡ് ആണ്, കൈൻഡ് ഓഫ് അൺലിമിറ്റഡ് ആണ്.
ഈ ഒരു കാരണം കൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം കൂടി എന്നല്ലാതെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടോ അല്ലെങ്കിൽ ഇത്രയും ലോകത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഡാറ്റ കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ, ഇതുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം ഭയങ്കര സ്മാർട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഈ സോഷ്യൽ മീഡിയ എല്ലാം റെസ്ട്രിക്റ്റഡ് ആയ കാരണം കൊണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഇതൊന്നും ഇല്ലാത്ത ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത്. അതോ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ടിക്ടോക്ക് ഉണ്ട്, നമ്മുടേതില്ല എന്നുള്ളൂ. അതെ, ടിക്ടോക്കിന് പകരം അവരുടെ ചൈനീസ് വെർഷൻ ആയിട്ടുള്ള ടിക്ടോക്കിന് തന്നെ ഡൊയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ റൺറൺ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള, പിന്നെ വിചാറ്റ് ഉണ്ട്. വിചാറ്റിൽ എല്ലാ കാര്യങ്ങളും, വിചാറ്റും അലിപേ ഇല്ലാതെ ചൈനയിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ വിചാറ്റിലാണ് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണത്. അതിൽ നമുക്ക് നമ്മുടെ മൊമെൻറ്റ്സും നമ്മുടെ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ചാറ്റ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് വിചാറ്റ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ട്. പക്ഷേ ഡിഫറൻസ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല യങ്സ്റ്റേഴ്സും ഈ ടിക്ടോക്ക് മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ്. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ ഗവൺമെൻറ് തലം മുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരെ ടിക്ടോക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു മണി മേക്കിംഗ് ബിസിനസ്സാണ് അവർ എൻ്റർടൈൻമെൻ്റ് അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിനെ എങ്ങനെ നമ്മൾ സോഷ്യലൈസ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാം, അതിലൂടെ എങ്ങനെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം. ചൈനക്കാർ ഫോക്കസ് ചെയ്യുന്ന യെസ് ഒരു ഭാഗം. അപ്പോൾ ഒരു ഈ ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണല്ലോ ശരിക്കും ഇത്തരം സോഷ്യൽ മീഡിയകളൊന്നും അവിടെ ലഭിക്കാത്തതിന്റെ റീസൺ. ചൈന ശരിക്കും അങ്ങനെയാണോ? അതായത് ഒരു തുറന്നു വെച്ച ജയില് പോലെ അങ്ങനത്തെ ഒരു ആരോപണം ചൈനയെ കുറിച്ച് ഉണ്ടല്ലോ. അല്ല, എല്ലാം പാർട്ടിയാണ്, ഒരു പാർട്ടിയേ ഉള്ളൂ, ജനാധിപത്യം ഇല്ല. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് പറയാം, ഇന്ത്യ മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ്, ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് പോയിട്ട് ഒരു പാർട്ടി തുടങ്ങാം, ഇലക്ഷന് മത്സരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ചൈന ശരിക്കും ഒരു പാർട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കാരണം അവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതം മോശമാവുകയാണോ ബെറ്റർ ആവുകയാണോ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ബെറ്റർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്, ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചൈനയോട് പറ്റി ചോദിച്ചുകൊണ്ട് ചൈനയെ പറ്റി പറയുന്നു. അവിടുത്തെ ഗവൺമെൻറ് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ എല്ലാം ഓൾറെഡി മെയ്ഡാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓൾറെഡി മെയ്ഡാണ്. നൗ ദേ ആർ മോർ ഫോക്കസിങ് ഓൺ ബിസിനസ്, ഹൗ ടു മേക്ക് മണി. അതാണ്. ഓഫ് കോഴ്സ് നമ്മുടെ രാജ്യം വൺ ഓഫ് ദ ബെസ്റ്റ്, നമ്മുടെ രാജ്യം വൺ ഓഫ് ദ ബെസ്റ്റാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഗവൺമെൻറ് എല്ലാം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാൻ ചൈനയിലാണെങ്കിൽ പോലും ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ഉണ്ട്, ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്, അപ്പോൾ ആ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. പക്ഷേ തുറന്ന് കിടക്കുന്ന ഒരു ജയിൽ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അത് ജനങ്ങൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാവും ഇപ്പോൾ GCC രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുള്ളത് വളരെ കുറവാണ്, വളരെ വളരെ റയറാണ്. പക്ഷെ ചൈനയിൽ ഒരുപാട് പേരുണ്ട്, ഇന്ത്യൻസ് മാത്രമല്ല പല രാജ്യത്തു നിന്നുള്ള പല ആൾക്കാരും അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ആർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കാം. പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അമ്പലം മീൻസ് കൂടുതലും അവിടെ ബുദ്ധയാണ്, അപ്പോൾ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ പള്ളി പോകുന്നതിനോ നിങ്ങൾക്കൊരു മതവിശ്വാസം ഫോളോ ചെയ്യുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങളുടെ വൈഫിന്റെ വീട്ടിൽ അവർ ഒറ്റ കുട്ടിയാണോ? ലൈക്ക് അവിടെ അങ്ങനെ രണ്ട് കുട്ടികളാണ്. അപ്പോൾ ഈ വൺ ചൈൽഡ് പോളിസി, ആ ഒരു പോളിസി ഉണ്ട്. പക്ഷെ ആ സമയത്ത് അത് ഒരു എക്സ്ട്രാ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഫൈന്, ഒരു ഇന്ത്യയുടെ ആ സമയത്തുണ്ടോ ഒരു 10,000 20,000 രൂപ എടുത്ത് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യും, അങ്ങനത്തെ ഒരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ ഒരു തുറന്ന് ജയിലിന് ഇപ്പോൾ ചൈനക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ പറ്റി ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുപ്പകാലത്ത് ജെറ്റ് ലീയുടെ സിനിമ, ജാക്കി ചാൻ്റെ സിനിമ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലുള്ള എല്ലാവരും പാമ്പിനെ തിന്നും, നായനെ തിന്നും, പിന്നെ എലിനും തിന്നും, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ ചൈനയിലേക്ക് പോകാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഫാമിലിയിൽ ആരൊക്കെ പറഞ്ഞ്
ഇൻസെക്ട്സിനൊക്കെ കഴിക്കുമല്ലോ. ശരിക്കും ഞാനത് തായ്ലൻഡിൽ പോയ സമയത്ത് അവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പൊരിച്ചു കൂട്ടിയിട്ടൊക്കെ ഈ എണ്ണയിൽ വറുത്ത് കോരുമല്ലോ. അത് വറുത്ത് കോരിയിട്ടെല്ലാം ഈ റോഡ് സൈഡിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ചൈനയിൽ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ചൈനക്കാർക്ക് നമ്മളെ അടുത്തേക്കുണ്ട്. അവർ വിചാരിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും യോഗ അറിയാം. അതുപോലെ ഇന്ത്യയിലുള്ള ബ്രാൻഡ് ചെയ്തോണ്ട് അതെ, അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഡാൻസ് ചെയ്യാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം. അതൊരു തെറ്റിദ്ധാരണയാണ്. അതേപോലെ തന്നെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് തിരിച്ചു അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും കുങ്ഫു അറിയാന്നുള്ളത്. അത് തെറ്റിദ്ധാരണയാണ്. പിന്നെ എല്ലാവരും പാമ്പിനും തിന്നത്. ജാക്കി ചാന്റെ സിനിമ ഇൻഫ്ലുവൻസ്. ഞാനൊരു 20 വർഷം അവിടെ നിന്നിട്ട് 99.9% ആൾക്കാരും പാമ്പിനും തിന്നാത്ത ആൾക്കാരാണ്. വളരെ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഒരു കോക്രോച്ചിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പേടിച്ച് കരയും. അതേപോലൊക്കെ തന്നെയാണ് ചൈനക്കാരും. അപ്പൊ എല്ലാ ആൾക്കാരും ഇത് കഴിക്കുന്ന ആൾക്കാരാണ്. വളരെ റെയർ ആയിട്ടുള്ള. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പോലും എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഡാറ്റ ഒന്നും, പക്ഷെ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയാം, നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ട്രൈബൽ ഏരിയകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സമൂഹങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതുപോലെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ആൾക്കാർ. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് വീസ എടുത്ത് ചെന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ ഒരു 2 മാസം നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ പറ്റി പഠിക്കാൻ കഴിയില്ല. അവിടെ മിനിമം ഒരു 2-3 വർഷം നിൽക്കണം. അത് തന്നെയാണ് ഒരു ഫോറിനർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് 1 മാസം നോർത്ത് മുതൽ സൗത്ത് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ കൾച്ചർ എന്താണെന്നോ നമ്മുടെ കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയില്ല. ജസ്റ്റ് അവർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയത് മാത്രമേ ഉണ്ടാവും. അതെ, അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നമ്മൾ കുറച്ച് കാലം ജീവിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ആ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. നിങ്ങൾ ഒരു 20 വർഷമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. ആൻഡ് എനിക്കൊന്ന് ഒരു മാരീഡ് ആയിട്ട് നിയർലി 5-10 years ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ അവിടുത്തെ ഒരു ഫാമിലി കൾച്ചറിനെ കുറിച്ച് മറ്റൊക്കെ എന്താ പറയുക? ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, വാട്ട് എവർ ഇൻ ഇന്ത്യ അതാണ് ബെസ്റ്റ്. ചൈനീസ് ഫാമിലി സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ചൈനീസ് ഫാമിലി സിസ്റ്റം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ വിചാരിക്കും ഞാൻ അവിടുന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പറയാമെന്ന്. അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുന്നുണ്ട് എങ്ങനെ വളരണം എന്നുള്ളത്. ഇൻഡിവിജ്വലായിട്ട് അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്ത് വളരണം, ഒറ്റയ്ക്ക് എങ്ങനെ കാലിൽ നിൽക്കാം. അവിടെയുള്ള ഒരു $1 ബില്യൺ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജഡ്ജോ അല്ലെങ്കിൽ ഒരു ഹയർ റാങ്കിലുള്ള പോലീസ് ഓഫീസർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവട്ടെ, അവരുടെയൊക്കെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോ പാർട്ട് ടൈം ജോലിക്ക് പോകും. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വല്ല റെസ്റ്റോറൻറ്റിലോ വെയിറ്ററായിട്ടോ അല്ലെങ്കിൽ KFCയിൽ വെയിറ്ററായിട്ടൊക്കെ പോകുന്നത്. ഇത് അവരുടെ വീട്ടിൽ കാശില്ലാത്തതുകൊണ്ടല്ല. ദേ ആർ ലേണിംഗ് ആൻഡ് ഗെറ്റിംഗ് എൻ എക്സ്പീരിയൻസ് അബൌട്ട് ദ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു കൾച്ചറിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു കൾച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദർക്ക് ദുബായിലായിരിക്കാം, അപ്പോൾ മക്കൾക്ക് അത്ര തന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. പക്ഷേ ഫാദർ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദ പ്രോബ്ലം. ഇത് വലിയൊരു ഡിഫറൻസാണ്. അവിടെയുള്ള പിള്ളേർക്ക് പഠിച്ചു വരുമ്പോൾ തന്നെ ഒറ്റക്കാലിൽ നിന്ന് വരികയാണ് അവർക്ക് അറിയാം എനി പ്രോബ്ലം കം ദേ നോ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. ഇവിടെ എന്താണെന്നറിയോ, പാരൻസ് ഒക്കെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഇപ്പൊ അവരെന്ത് സ്റ്റേജാണ്, ആ സ്റ്റേജ് എത്താൻ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എന്താ വെച്ചാൽ, ഞാനോ കഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്ക് ഈ കഷ്ടപ്പാട് ഷെയർ ചെയ്യേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇത് ചിലപ്പോൾ ഒരു ഓവർ പാമ്പേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യും. അവർക്ക് കഷ്ടപ്പാട് അറിയില്ല, കഷ്ടപ്പാടിന്റെ വില അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന പോയിന്റിൽ അവരാകെ പാനിക്കാവും. അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ ചൈന അതിനെ കൗണ്ടർ ചെയ്യുന്നത് യങ് ഏജ് തൊട്ടിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും വലിയൊരു റിച്ച് പേഴ്സൺ, ഇന്ത്യയിലെ അംബാനി എന്ന് പറയുന്ന പോലെ ഉള്ള വേറൊരാളാണ് ലീ ജാഷാങ്. അദ്ദേഹം ഹോങ്കോങ് ബേസ്ഡ് ആണ്. അദ്ദേഹത്തിന് $1 ബില്യൺ ബിസിനസ്സും ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളെ USA വിട്ട് പഠിപ്പിക്കുമ്പോൾ ട്യൂഷൻ ഫീ മാത്രമല്ലാതെ അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. അവർ KFCയിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്തിട്ടാണ് അവരെ ഫുഡിനുള്ള വക കണ്ടെത്തിയിരുന്നത്. പക്ഷെ അവർ പഠിച്ച് തിരിച്ചു വന്ന് കമ്പനിയിൽ സാധാരണ ജോലിയിൽ സാധാരണക്കാരെ പോലെ നിന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് കമ്പനിയുടെ ചില ഭാഗങ്ങളൊക്കെ അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഓണറിന്റെ മോനാന്ന് എഴുതിയിട്ട് കമ്പനിയിൽ വലിയ പൊസിഷൻ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടി. എനിക്ക് മക്കളുണ്ട്. എൻ്റെ മക്കളാണെങ്കിൽ പോലും എൻ്റെ ഒരു കൺസെപ്റ്റ് അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിൽ പറയാറുണ്ട്, അവരെ ബസ്സിൽ കയറ്റണം, മെട്രോയിൽ കയറ്റണം, വീട്ടിൽ വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു രീതിയിൽ വളരരുത്. ബസ്സും എക്സ്പീരിയൻസ് ചെയ്യണം, മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണം, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നു പോകണം, എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ എൻ്റെ മക്കൾ വളർന്ന് അഫ്കോഴ്സ് നമ്മുടെതെല്ലാം അവർക്കുള്ള എന്ന് വിചാരിച്ച്
അവരൊരു പിന്നെ എന്താ പറയുക താലോലിച്ച് വളർത്തണം എന്നുള്ളൊരു കൺസെപ്റ്റ് ചൈനയിലില്ല. ഓക്കെ, കാരണം അവിടുന്ന് ഞാൻ 20 വർഷമില്ല, ഞാൻ എൻ്റെ യങ് സ്റ്റേജിൽ പോയതല്ല അവിടെ. എൻ്റെ ഒരുപാട് സമയം, ഒരു മേജർ പോർഷൻ, ഇതുവരെയുള്ള ഒരു മേജർ പോർഷൻ ഞാൻ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. വർഷത്തിൽ ഇവിടെ വരുമ്പോൾ 1-2 പ്രാവശ്യം വരുമ്പോൾ ഞാനൊരു 7 ഡേയ്സോ 8 ഡേയ്സോ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ബിസിനസ് ട്രിപ്പിനും മറ്റു കാര്യങ്ങൾക്കും വരുന്നു. അപ്പോൾ കൂടുതൽ സമയം ഞാൻ ചൈനീസ് ആൾക്കാരുടെ കൂടെ ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നും എനിക്ക്, നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചൈനക്കാർക്ക് എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ അടുത്തുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത്. നല്ല അപ്രോച്ചാണ്. അതിനുള്ള ബിഗസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. മരുമകനായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഇൻ ദാറ്റ് കേസ്. മരുമകൻ എന്നല്ല, കാരണം ഞാനൊരു ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെ പഠിച്ച് അവിടെ നിൽക്കുന്നൊരു പയ്യനാണ്, ഒരാളാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിലാവട്ടെ, എൻ്റെ മറ്റു കാര്യങ്ങളാണ്, ബിസിനസ്സാണല്ലോ മെയിൻ. അതിലൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ബിസിനസ് 100% നിങ്ങൾ ഓൺ ചെയ്യുന്നതാണോ? യെസ്, ഞാൻ ഓൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട്. അതാണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഗവൺമെന്റ് ആണ്, എല്ലാം പബ്ലിക് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടി ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന പോലെ പ്രൈവറ്റ് ഓണർഷിപ്പ് അവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ചൈനക്കാർക്കാണെങ്കിലും ഇന്ത്യക്കാർക്കാണെന്നുണ്ടെങ്കിലും വിദേശികൾക്കാണെങ്കിലും 100% കമ്പനി യു ക്യാൻ ഓൺ. ഓക്കെ, 100%. ദുബായിൽ മുമ്പ് ഉണ്ടായിരുന്ന പോലെ റീസെന്റ് വരുന്നുള്ളല്ലോ അവിടെ ദുബായിലൊക്കെ അല്ലേ? ഇത്ര അറബി വേണ്ടേ? ദുബായിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുമ്പ് സ്പോൺസർ വേണം. ചൈനയിൽ അങ്ങനത്തെ ലോക്കൽ സ്പോൺസർ. ചില ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ കല്യാണം കഴിച്ചത് അവിടെ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനാണോ, എന്തെങ്കിലും ഇത്? നത്തിങ്. എൻ്റെ വൈഫ് എൻ്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡർ ഒന്നുമല്ല, ഞാൻ മാത്രമാണ് കമ്പനിയിലെ ഷെയർ ഹോൾഡർ. പിന്നെയുള്ള ഒരു വളരെ കുറച്ച് ഷെയർ ഞാൻ എൻ്റെ എംപ്ലോയീസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേജർ പോർഷൻ എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു 100-500 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഒരു ഫോറിനറായിട്ട്. ഞാനൊരു ചൈനീസ് സിറ്റിസണൊന്നുമല്ല, ഇന്ത്യൻ സിറ്റിസനാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഭാവിയിൽ ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയില്ല. ജനിച്ചത് ഇവിടെയാണ്, ഇവിടെ തന്നെ മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇനി അവിടുന്ന് മരിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം എൻ്റെ ഉമ്മപ്പൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്, അപ്പോൾ അവരൊക്കെ ഇവിടെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ ജനിച്ചു വളർന്നോ അവിടെ തന്നെ ഇതാവുന്നുള്ള ഒരു കൺസെപ്റ്റ്. വേറെ രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാം, ഇപ്പോൾ നമ്മുടെ MA യൂസഫ് അലി സാറൊക്കെ ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യാം. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഫണ്ടുകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ബിസിനസ്സിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നാടിനും കൂടി സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും കൂടി പിന്നെ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് മെയിൻ അജണ്ട. ഇനി എന്നാലേ ഞാൻ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ബിലീഫ്സ് ഉണ്ട്. ഓക്കെ, ഒന്നെന്താ വെച്ചാൽ ചൈന ഇന്നത്തെ ചൈന ആയത് ചീപ്പ് ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ്, ഒരു ചോദ്യം. 2, ചൈന കോപ്പിയടിക്ക് പേര് കേട്ട രാജ്യമാണ്, ചൈനയിൽ ഇന്നോവേഷൻ ഇല്ല. ഈ ചോദ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത് ചോദ്യങ്ങളല്ല, ആക്ച്വലി ഇത് വിശ്വാസങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ ഇന്ത്യക്കാരിൽ വലിയ ശതമാനം അങ്ങനെ വിശ്വസിക്കുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലേബറിൽ ചീപ്പായിരുന്നു. നൗ ഇറ്റ്സ് 2 times ഹയർ ദാൻ ഇന്ത്യ, ഓർ 3 times ഹയർ ദാൻ ഇന്ത്യ. ലേബർ ചീപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ചൈനയിലില്ല. ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്കിൽഡ് ലേബേഴ്സാണ്. ഇപ്പം തന്നെ നമ്മുടെ എഫിഷ്യൻസി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അവർ വെൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ് മറ്റേത് രാജ്യത്തിനെ വെച്ച് നോക്കുകയാണെങ്കിലും. ദാറ്റ് ഈസ് ദ റീസൺ സാംസങ് ആയാലും ആപ്പിൾ ആണെങ്കിലും പ്രൊഡക്ഷനൊക്കെ കൂടുതലും അവിടെ വെച്ച് ചെയ്യുന്നത്. വലിയ ഒരു ശതമാനം സപ്ലൈ ചെയിൻ മൊത്തം എടുക്കുന്നത് ചൈനയിലാണ്. നമ്മുടെ രാജ്യത്താണെന്നുണ്ടെങ്കിലും മറ്റു രാജ്യത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും അതിലേക്ക് വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത്. അതെ, ഈ ഐഫോണിന്റെ വിഷയം വരുമ്പോഴേ ഇപ്പൊ ശരിക്കും ഈ US-ന്റെ ട്രേഡ് വാർ നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ മെയിൻ ട്രേഡ് വാറിന്റെ രണ്ടാൾക്ക് പാർട്ടീസ് പറയേണ്ടത് US-ഉം പിന്നെ ചൈനയാണ്. അപ്പോൾ രണ്ടും ബിഗ് ഇക്കോണമീസ് ആണ്. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ US ഒരു $30 trillion ഇക്കോണമി, ഒരു 18-19 trillion സൈസ് ചൈനയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യ ആസ് സച്ച് 4 trillion ഒക്കെയാണ്. അപ്പോൾ ഞാനൊരു ഡാറ്റ കണ്ട് ഐഫോൺ ഇപ്പൊ ചൈനയേക്കാൾ, അല്ലെങ്കിൽ ചൈനയുടെ അത്ര തന്നെ ഐഫോൺസ് കേട്ടോ, സ്പെസിഫിക് കാറ്റഗറിയാണ് ഐഫോൺസ് നമ്മളിപ്പോൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ കണ്ടെന്താ വെച്ചാൽ ഇന്ത്യ അസംബ്ലിങ്ങേ ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് അതിന്റെ സപ്ലൈ ചെയിൻ, അത് 100-200 സപ്ലൈസ് വരും ഒരു ഐഫോണിന്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കംപ്ലീറ്റ്ലി കിടക്കുന്ന ചൈനയിലാന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു. അതുപോലെ ഈ ഓട്ടോ മാനുഫാക്ചറേഴ്സ് ഉണ്ടല്ലോ, ഈ മാരുതിയൊക്കെ പോലത്തെ, അവർക്ക് ഇപ്പൊ ചൈന റെയർ എർത്ത് മിനറൽസ് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു കർബൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, അത് കാരണം അവർക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. ഇത്
ലൈക്ക് ഇതിനായിട്ട് ലിങ്ക്ഡ് ആണോ? ചൈനയുടെ കുറച്ച് കാലത്തേക്കെങ്കിലും ചൈനയുടെ സപ്പോർട്ടില്ലാതെ ഒരു വേൾഡ് എക്കണോമിക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, ഇവിടെ ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ BYD യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലൈക്ക് ആൾക്കാരുടെ ഒരു കമൻറ്റ് ഉണ്ടല്ലോ, ബോയ്ക്കോട്ട് ചൈനീസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കരുതെന്ന്. അപ്പം ഞാൻ അവരോട് കൗണ്ടർ ചെയ്യുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങോട്ട് ഇറക്കണ്ടെന്ന് വെച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് കണ്ടെന്താ വെച്ചാൽ, അങ്ങനെ ചൈനയെ അവോയ്ഡ് ചെയ്തിട്ട് ഇന്ത്യക്ക് നിലനിൽക്കാൻ ഇന്ന് കഴിയില്ല. ഇത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ഇതിന്റെ പിറകിലുള്ള റിയാലിറ്റി എന്താണ്? ചൈനയുടെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ 3% മാത്രമേ ഉള്ളൂ ഇന്ത്യയിലേക്ക്. ഇറ്റ്സ് കംസ് അറൌണ്ട് ലൈക്ക് മേ ബി മോർ ദാൻ 100 ബില്യൺ, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയുടെ ഇമ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ 70% അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ 70% വരുന്നത് ചൈനയിൽ നിന്നാണ്. ഒരുപാട്, അതായത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതൽ, അല്ലാതെ അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഡിപ്പെൻഡ് എന്ന് പറയുന്നതിലും ചൈന ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണമല്ലോ അല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർഗെറ്റ് അബൌട്ട് ഇന്ത്യ, USA എടുത്തു കഴിഞ്ഞാൽ പോലും അതാണ് അവസ്ഥ. USA വേണ്ട ചിപ്പ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുള്ള റയർ എർത്ത് മിനറൽസ് ചൈന ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഒരു ട്രേഡ് വാർ വന്നിട്ട് അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാതെ അലമ്പില്ലാതെ. കാരണം ചൈന ഒരു പ്രാക്ടിക്കൽ രാജ്യമാണ്. അതായത് അവർ ഇമോഷണൽ ആവുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടാവുന്ന കാശ് എല്ലായിടത്തും വാങ്ങിക്കാം, കിട്ടുന്ന ബിസിനസ് എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർ. അവർക്കൊരു ഇമോഷണലായിട്ട് അവർ റിയാക്ട് ചെയ്യില്ല. അല്ല, അതിന് തമാശ രൂപത്തിലേ ബോയ്ക്കോട്ട് ചൈന എന്ന് പറഞ്ഞപ്പോ അതിന്റെ ടീഷർട്ട് വരെ അവർ പ്രിന്റ് ചെയ്ത് കൊടുത്ത് എന്നുള്ള കഥ കേട്ടിട്ടുണ്ടല്ലോ. ബോയ്ക്കോട്ട് ചൈന, അതുപോലെ പിന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇതെല്ലാം ചൈനയിൽ പ്രിന്റ് ചെയ്തിട്ട് ചൈനയിൽ ഇറ്റ്സ് എ മെയ്ഡ് ഇൻ ചൈന ബിഹൈൻഡ്. അതിന്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രോങ് സപ്ലൈ ചെയിൻ ഉണ്ട്. അതായത് ദേ ഡോണ്ട് കെയർ, അതായത് ഇനിയിപ്പോൾ അത് മറ്റവരെന്താ പറയുന്നത് എന്നുള്ളത് ഒരു വിഷയമല്ല. ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യ ഈസ് എ എമർജിങ് കൺട്രിയാണ്. എമർജിങ് തെറ്റായ ഒരു വാക്കാണ്. കുറച്ചും കൂടി നല്ല എന്താ പറയുക, ഒരു വലിയൊരു ഇക്കണോമിക്കലി വലിയൊരു രാജ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സാണ്. ഏകദേശം 50% അബവ് യങ്സ്റ്റേഴ്സാണ് എന്നാണ് എൻ്റെ ഇന്ത്യയുടെ മീഡിയൻ ഏജ്. ഐ തിങ്ക് 28-29 വയസ്സാണ്. അതെ. അപ്പോൾ ഇത് ഇറ്റ്സ് എ വെരി വെരി ബിഗ് മാർക്കറ്റ്. കാരണം എല്ലാ കാര്യത്തിലും പോപ്പുലേഷൻ ഭയങ്കര വലുതാണ്. അതെ, എല്ലാ കാര്യത്തിലും പിന്നെ ബൈയിങ് പിന്നെ പവറിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് പവറിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ IT ഏത് രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഓക്കെ, നിങ്ങൾ രണ്ട് ഭാഗത്തും നിൽക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ ലൈക്ക് നിങ്ങൾ കാണുന്ന പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ചൈനീസ് യൂത്ത്? ചൈനയിൽ ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പോൾ USA പോകും, UK പോകും, മറ്റു രാജ്യത്ത് പോകും. എന്നിട്ട് അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടി അവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ട് ആ ടെക്നോളജി അല്ലെങ്കിൽ ആ സ്വായത്തമാക്കിയിട്ടുള്ള ആ അറിവ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവരൊരു കമ്പനി ഫോം ചെയ്ത് അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഇന്ത്യക്കാർ കൂട്ടമായിട്ട് തിരിച്ചു വരാനാണ് പോകുന്നത്. അതെ, കൂട്ടമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് GCC-യിലാണെന്നുണ്ടെങ്കിലും USA-യിലാണെന്നുണ്ടെങ്കിലും UK-യിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. പക്ഷേ ചൈനയിൽ എല്ലാവരും തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ വരും, വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് അതിന് ആവശ്യമുള്ള സപ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കും. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സും അവരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ല ടാലൻസൊക്കെ പുറത്തേക്ക് പോകുന്നതിന് പകരം വി ഹാവ് ടു സ്റ്റേ ബാക്ക്. നമ്മുടെ രാജ്യത്തിന് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് അതായത് നമ്മളതിനെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് അങ്ങനെയൊക്കെ പറയാം. അതായത് ഇവിടെ തന്നെ നിൽക്കണം. പക്ഷെ ഞാൻ അതിൻ്റെ മറ്റേ ആംഗിൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ നല്ല കാലം, എനിക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കാലം, നമ്മളെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അലമ്പുണ്ടാവും, ലൈഫിൻ്റെ ക്വാളിറ്റി ചിലപ്പം കുറവായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ അത്ര പോരാ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു നല്ല വണ്ടി വാങ്ങണമെന്ന് വിചാരിക്കുക, ഇന്ത്യയിൽ നല്ല ടാക്സേഷനാണ്, എന്നാൽ ഇത്ര ടാക്സ് കൊടുത്താൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഞാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല ആസച്ച്. പക്ഷേ മൈഗ്രേറ്റ് ചെയ്യുന്ന പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു ലൈഫല്ലേ ഉള്ളൂ, ഞാൻ എന്തിനത് കോംപ്രമൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ ആ ചൈനയിലെ ആൾക്കാർ തിരിച്ചു വരുന്നത്
ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ അവരവിടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് അവർ ഫോറിൻ കൺട്രികളിൽ കാണുന്ന അതേ ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിലുണ്ട് എന്നുള്ളത്. അതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും അവർ രാജ്യത്ത് നല്ലതുണ്ട്. അവർ രാജ്യത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഒന്നാമത് തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ ഗവൺമെൻറ്സും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും സ്പീഡ് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അവരെ ഇപ്പോൾ ചൈനൻ്റെ ഒരു സിസ്റ്റം അല്ലല്ലോ അവിടെ. അപ്പോൾ ഇവിടെ എല്ലാ ഗവൺമെൻറ്റും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നല്ല നല്ല ഡെവലപ്മെൻറ്റ്, നല്ല റോഡ്സും നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈനാണ്. കാരണം നമുക്കും പെട്ടെന്ന് അടുത്ത കാലത്ത് തന്നെ നമുക്കും ഒരു വലിയൊരു വേൾഡ് പവർ ആവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന് ആ ഒരു ഫെസിലിറ്റീസ് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു പോസിറ്റീവ് സൈനാണത്. അതൊരു നല്ല കാര്യമാണ്. അല്ല, അപ്പോൾ ഈ യൂത്തിനിടയിലുള്ള ഈ ഡിഫറൻസ് ഇനി ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള ഭരണാധികാരികൾ എല്ലാം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു അഡ്വാൻറ്റേജ് ആവും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ മേക്ക് ഇന്ത്യ അതുപോലുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ തന്നെ പണ്ട് കാലത്തതിനെക്കാട്ടി അപേക്ഷിച്ചിട്ട് ഒരുപാട് നോ മാറ്റർ വെദർ ഇറ്റ്സ് അസംബ്ലിങ് ആവട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിലാവട്ടെ ഒരുപാട് മാനുഫാക്ചറിങ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതിൽ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടെസ്ല വന്നിട്ടുണ്ട്, BYD ചൈനീസ് കമ്പനി ആണെങ്കിൽ BYD ഇവിടെ ഉണ്ട്. പക്ഷെ BYD എനിക്ക് തോന്നുന്നു അവർ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഐ മീൻ ഞാൻ അറിഞ്ഞിരിക്കുന്നത് പിന്നെ ഹൈദരാബാദിലോ ഗുജറാത്തിലോ എവിടോ ഡിസ്കഷൻ നടന്നിരുന്നു. പക്ഷെ അത് അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ കണ്ടു. അതിന്റെ ഫുൾ പിക്ചർ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ടെസ്ല വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ആപ്പിളിന്റെ അസംബ്ലിങ് തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭരണാധികാരികൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അതിപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മാനുഫാക്ചറിങ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ, നമ്മുടെ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഡിസ്ട്രാക്റ്റായി നിൽക്കുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് നമ്മൾ കിട്ടുന്ന എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പബ്ലിക്കും കൂടി ശ്രമിക്കണം. എല്ലാത്ത വശം ഗവൺമെന്റ് എത്ര സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതിലൊരു പോസിറ്റീവായിട്ട് ഒരു മറുവശം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. എന്താ വെച്ചാൽ പൊളിറ്റീഷ്യൻസ് നമ്മുടെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും. അപ്പോൾ നമ്മൾ ആസ് എ സൊസൈറ്റി ഡെവലപ്മെന്റ് വേണം പറഞ്ഞാൽ പ്രധാന അജണ്ട ഡെവലപ്മെന്റ് ആയിരിക്കും. അതല്ല നമുക്കിങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന വിഷയങ്ങൾ മതി എന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസ് നിർബന്ധിതാവുകയാണ്. ലൈക്ക് അത് പൊക്കി പിടിച്ചാൽ മതി, കാരണം അതുമ്മ കമന്റ് ചെയ്താൽ മതി, കാരണം ഇതാണ് ഹെഡ്ലൈന്, ഇതിലാണ് അറ്റൻഷൻ ഉള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർക്കൊക്കെ വേണ്ടത് അറ്റൻഷൻ ആണല്ലോ. അപ്പൊ ഈ അറ്റൻഷന് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ ആൾക്കാർ മസാല വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഡെവലപ്മെന്റ് അജണ്ട ആക്കി മാറ്റി അവരും അതിലേക്ക് വരും. അപ്പൊ അതിന് ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു റോൾ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഉമർ പറഞ്ഞ പോലെ ഇവിടെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വിഷയങ്ങളായിട്ട്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ വിഷയങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങൾ മറ്റ് പല രാജ്യക്കാരും ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ വളരെ കുഞ്ഞു 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 കാര്യങ്ങളാണ്. ഇപ്പോൾ ഉമർ തന്നെ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആവട്ടെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാവട്ടെ, നമ്മളായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിനെ പറ്റിയിട്ടോ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടോ ആവും. ബാക്കി 10% മാത്രമേ ഉള്ളൂ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൽ. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ 50% നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന തമാശകളോ സംസാരിച്ചിട്ട് പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ചോദിക്കില്ല ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റും മൈൻഡ് സെറ്റും നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് മാറ്റിയെടുക്കേണ്ട സമയമായി. കാരണം ഇവിടുന്ന് ആൾക്കാർ മറ്റ് പല വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നല്ല ആൾക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കാഴ്ചവെക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും മാറ്റേണ്ട അതിക്രമിച്ചിരിക്കുന്ന സമയം. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനോട് മുൻപ് സംസാരിച്ചു. എന്താ വെച്ചാൽ ഇന്ത്യക്കാർ പുറത്ത് പോയി കഴിഞ്ഞാൽ നിയമം അനുസരിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, എല്ലാം ചെയ്യും. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിയമം അനുസരിക്കില്ല. ലൈക്ക് ഇത് ഇതിന്റെ നാടാണ് എന്നുള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ. അതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് എന്താ വെച്ചാല്, ഇഗെയിൻ ഇത് ഡാറ്റ ബാക്കഡ് ആണോ എന്നറിയില്ല, പുള്ളിന്റെ ഒപ്പീനിയൻ ആണോ എന്നറിയില്ല. പുള്ളി പറഞ്ഞത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സാധനമാണ് സ്വാതന്ത്ര്യം. അപ്പൊ ഇത് എന്തോ ഞാൻ വാങ്ങിയെടുത്തു കഴിഞ്ഞു, ഇത് ഇന്റേതാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. ആ പെർസെപ്ഷൻ ആണ് പലതും ചെയ്യുമ്പോൾ ആരടാ ചോദിക്കാൻ ഇത് ഇന്റെ നാടല്ലേ എന്നുള്ള
ആ എന്റേത് എന്നുള്ള തോന്നലിൽ നിന്ന് ഉണ്ടാവുന്ന, പക്ഷെ എന്റേത് എന്നുള്ള തോന്നലിന്റെ അടുത്ത ഭാഗം എന്താണെന്നറിയോ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നല്ല രീതിയിൽ നോക്കണം. പക്ഷെ ആ ഭാഗം വർക്ക് ചെയ്യുന്നില്ല, ഈ ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചില്ലെങ്കിൽ പണി കിട്ടുമല്ലോ. ഇതിന് ഞാൻ ഒരു കറക്ഷനായിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. നമ്മൾ കുരുത്തക്കേട് കളിക്കുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ ആ കുരുത്തക്കേട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൈക്കോളജി. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ആരില്ല. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് സ്ട്രോങ്ലി നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒരു കുരുത്തക്കെട്ട് കളിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഹൈവേകളിലാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈവിംഗ് ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ തോന്നുന്ന പോലെയൊക്കെയാണ് ആൾക്കാർ തോന്നുന്ന പോലെയാണ്. പക്ഷേ ഈ പ്രവർത്തനം GCCയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ആരും ചെയ്യില്ല, ഒരു ഇന്ത്യക്കാരനും ചെയ്യില്ലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനത്തെ കാര്യം എടുക്കാം. ചൈന ഒരു DGPയുടെ മകനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് ചെയ്യുന്നത്. ഒരു ട്രാഫിക് വയലേഷൻ, അദ്ദേഹം ഫൈൻ ചെയ്യണം, ഫൈൻ കിട്ടും അദ്ദേഹത്തിനും. ഇപ്പോൾ ഒരു പോലീസ് വണ്ടി ചുമ്മാ ഒരു വർക്കില്ലാതെ റോഡ് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഫൈനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു കുറവില്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ പോലീസോ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ശിക്ഷ കിട്ടുന്നത് കുറച്ചും കൂടി കൂടുള്ളൂ സാധാരണക്കാരിൽ നിന്നും. കാരണം അവരാണ് റോൾ മോഡൽസ്. നിങ്ങൾ നേരത്തെ അഡ്രസ്സ് ചെയ്യാണ്ട് പോയൊരു ചോദ്യം ഇടയിൽ ചോദിക്കട്ടെ. ചൈന കോപ്പിയടിയിൽ ഭയങ്കരമായിട്ട്, അതായത് ചൈനക്ക് ഇന്നോവേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ലോകത്ത് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ചൈന അത് കോപ്പി അടിക്കും. ഇപ്പോൾ ChatGPT വന്നു, അവർ ഡീപ് സീക്ക് ഉണ്ടാക്കി. പക്ഷെ ഡീപ് സീക്ക് ഭയങ്കര റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ ഡീപ് സീക്കിനെ കുറിച്ച് ഒരു പക്ഷേ വൺ ഓഫ് ദ ഫസ്റ്റ് വീഡിയോസ് മലയാളത്തിൽ വന്നൊക്കെ എൻ്റെ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ ആദ്യത്തെ 2-3 ദിവസം ഒന്നും റീച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഡീപ് സീക്കിനെ കുറിച്ചിട്ട് ഭയങ്കര ചർച്ചയെല്ലാം വന്നപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു. അതിൽ വന്നൊരു പ്രധാന കമൻറ്റ്, ഇത് എഗെയിൻ ചൈനയുടെ ഒരു കോപ്പി. ജനറലി ചൈന എന്തിനാണോ പേര് കേട്ടത് അതിൻ്റെ കോപ്പി പ്രൊഡക്റ്റുകൾക്കാണല്ലോ. അപ്പോൾ ഇതൊരു കോപ്പി പ്രൊഡക്റ്റ് അല്ലേ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഞാൻ ന്യൂസ് എല്ലാം വായിച്ചത് അവർ ഡീപ് സീക്ക് ദ വേ ദേ ഡിഡ് ഇറ്റ് അത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജനറലി അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ കൂപ്പിടിക്കുന്നതിന് പേര് കേട്ട നാടാണ് എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ഒരു ചൈനീസ് പെർസെപ്ഷൻ എന്താ, അല്ലെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു 10,000 രൂപ മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ആളും 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആളും നമ്മുടെ സൊസൈറ്റിയിൽ 10,000-ന് വാങ്ങിക്കുന്ന ആളുടെ അയാളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചായക്കടയിൽ പോയിട്ട് സാധാ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കും. 10 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. 2 ലക്ഷം വാങ്ങിക്കുന്നവന് ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ കയറിയിട്ട് 300 രൂപ കൊടുത്ത് ഓടിക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ് ചൈന എന്നുള്ള കോപ്പി കാറ്റ് എന്നുള്ളത്. ചൈനയിലെ ജനങ്ങൾ അവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ചൈനയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. ഒരു ബാഗ് ആണെങ്കിലും ഒരു ഷൂ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ കയ്യിലും ഐഫോൺസ് ആണ്. അവരുപയോഗിക്കുന്ന ലൂയി വിട്ടൺ ആണ് അല്ലെങ്കിൽ ഗുച്ചി അല്ലെങ്കിൽ അതിൽ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. ഒരു ഷൂവിനൊക്കെ 2-3 ലക്ഷം ഹൈ ഒറിജിനലാണ്. അവരൊരിക്കലും കോപ്പി ഉപയോഗിക്കുന്നില്ല. അവർ മാക്സിമം ഉപയോഗിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി പീപ്പിൾ ഉപയോഗിക്കുന്നത് നല്ല സാധനങ്ങളാണ്. ഇപ്പോൾ കോപ്പി കാറ്റ് നിങ്ങൾ പറഞ്ഞു, 2024 1.5 മില്യൺ പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ഓക്കെ, മറ്റു രാജ്യത്തിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇത്രയും പാറ്റന്റ് വരുന്നത് ഇന്നോവേഷൻ കാരണമാണ്, അല്ലാതെ അവർ ചിത്രം വരച്ചുണ്ടാക്കിയതല്ല. അപ്പോൾ ഇത്രയും പാറ്റന്റ്. പിന്നെ ലോകോത്തര ബ്രാൻഡുകളെല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ്, അവരുടെ സപ്ലൈ ചെയിൻ കാരണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓരോ മാർക്കറ്റിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാൻഡൻ ഫെയറിന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാൻഡൻ ഫെയറിൽ പോയി കഴിഞ്ഞാൽ 50,000+ സ്റ്റോളുകളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ US യൂറോപ്പ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഫാക്ടറിക്കാരടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിഞ്ഞുകൂടി നോക്കില്ല. വി ആർ ഫ്രം ഇന്ത്യ, ഓക്കെ, ദിസ് ഇസ് നോട്ട് യുവർ പ്രോഡക്റ്റ്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് അല്ല അത്. ആ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ അവരുടെ ഒരു ധാരണ, പക്ഷേ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനോ അതിനുള്ളൊരു മാർക്കറ്റോ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി അങ്ങോട്ട് പൊക്കോളൂ, അവിടെ ഉണ്ട് വേറെ സ്റ്റോൾ, അതാണ് നിങ്ങൾക്ക്. ഒരു ഇന്ത്യക്കാരുടെ ഒരു ഈ കോപ്പി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു പെർസെപ്ഷൻ ആണ്, ലോ ക്വാളിറ്റി ആണ്, കേട് വരും. അതെ. ഇപ്പൊ ചൈനയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ധാരണ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ചീപ്പാണ്, അവർക്ക് ചീപ്പ് പ്രോഡക്റ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ ലിമിറ്റഡ്
വെൻഡേഴ്സിനോ അവർക്ക് മാച്ച് ആവുള്ളൂ. അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ US, യൂറോപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ബാർഗെയിനിങ് ഇല്ല, നല്ല ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി റിലയബിലിറ്റിയിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് അവർക്ക് മാച്ചായി പോകുന്ന ആയിരക്കണക്കിന് വെൻഡേഴ്സ് അവിടെ ഉണ്ട്, ഫാക്ടറികളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അതാണ് നമുക്ക് അവർ തരുന്നത്. പ്രൈസ് സെൻസിറ്റീവ് ആകുമ്പോൾ പ്രൈസ് കുറഞ്ഞു തരും, അപ്പോൾ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി. അതെ. ഇപ്പോൾ എൻ്റെ കമ്പനി, എൻ്റെ ഒരു കമ്പനി ഏകദേശം ഒരു 500 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനി. നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. നമ്മൾ വേൾഡിലെ ലീഡിങ് ബ്രാൻഡുകൾക്ക്, ഞാൻ ബ്രാൻഡുകൾ ആരെന്ന് പറയുന്നില്ല, ലീഡിങ് ബ്രാൻഡുകൾക്ക് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഹൈ റിക്വയർമെൻ്റ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോ റിക്വയർമെൻ്റ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മൾ പോലും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മാർക്കറ്റിൽ അവൈലബിൾ ഇപ്പോൾ സ്മാർട്ട് വെയറബിൾ തന്നെ സ്മാർട്ട് വാച്ച് ഉണ്ട്, സ്മാർട്ട് റിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റിങ്ങിൽ പോലും നമ്മൾ ECG ഇംപ്ലിമെൻറ്റ് ചെയ്തു, NFC ഇംപ്ലിമെൻറ്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതെല്ലാം ഇന്നോവേഷനാണ്. ഇതെല്ലാം നമ്മൾ ഒരു സ്മാർട്ട് റിങ്ങിൽ ആരാണ് ECG ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഏത് രാജ്യമുള്ളത്? വളരെ റയറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ECG ഇങ്ങനെ മെഷർ ചെയ്യണം. യെസ്, നമുക്കത് സെറ്റ് ചെയ്യാം. എപ്പോഴാണ് നമ്മൾക്ക് ECG ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനികൾക്ക്, ലീഡിങ് ബ്രാൻഡുകൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ക്വാളിറ്റി ടേംസ്, ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഈസ് വെരി ഹൈ, റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഈസ് വെരി ഹൈ. സോ ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ പൊതുവേ ജനങ്ങൾ ഒരു പ്രോഡക്റ്റ്, ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കും, അതിന് പിന്നെ ഫങ്ഷൻസും നോക്കും. എന്നിട്ട് അവർ പറയും ഇത് $10. സെയിം സ്പെസിഫിക്കേഷൻസും സെയിം ഫങ്ഷൻസുള്ള ഇപ്പുറത്തിരിക്കുന്ന വേറൊരു ഫോണിന് ചിലപ്പോൾ $15. ദേ കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നോളജ് വേണം. പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ ആ ബിസിനസ് ലോങ് ടൈമിൽ പോവില്ല. അപ്പോൾ ഇവർ വന്നിട്ട് നോക്കുന്ന വെച്ചാൽ ഇതിലും ഫങ്ഷൻസ് ഉണ്ട്, സെയിം ഫങ്ഷൻസ് ഉണ്ട്, ഇതിലും ഫങ്ഷൻസ്, ഇതെന്തുകൊണ്ട് $15? അതിനുള്ള ഉത്തരമാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അത് റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ ബട്ടൺ, ആ ബട്ടണ് 1,00,000 പ്രാവശ്യം ലൈഫ് കിട്ടുന്ന ബട്ടൺസ് ഉണ്ട്. അതുപോലെ ക്ലിക്ക് കഴിഞ്ഞാൽ പിന്നെ കേടാവത്തുണ്ട്. അതുപോലെ തന്നെ 10,000 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലുണ്ട്. ഫങ്ഷൻസ് ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂറബിലിറ്റി മാറും, അതിന്റെ മെറ്റീരിയൽസ് മാറും, അതിന്റെ മോൾഡിങ് സിസ്റ്റംസ് മാറും. മോൾഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, അത് മാറും. പിന്നെ അതിന്റെ റിലയബിലിറ്റി, ഇപ്പോൾ ഇപ്പോൾ ഫോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ OGS തന്നെ ഗ്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിനാണെങ്കിൽ OGS തന്നെ 1 ഗ്ലാസ് സൊല്യൂഷൻസ്. അത് നമ്മളൊരു 0.8 പിന്നെ മീറ്ററിൽ പോലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. കാരണം അത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് ചിലപ്പോൾ $1,000 അതേ സ്ഥാനത്ത് നമ്മൾ G+F ഗ്ലാസ് പ്ലസ് ഫിലിം എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഡിസ്പ്ലേ നമ്മൾ ഉപയോഗിക്കും. അത് 1.2 മീറ്ററിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടില്ല. അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ്. നമ്മള് സോണിയുടെ ഫാക്ടറിയിൽ പോയിരുന്നല്ലോ. അതെ. അപ്പോൾ അവിടെ അവർ ഇത് കാണിച്ചു, അതായത് വാട്ടറിന്റെ പ്രഷർ ടെസ്റ്റ് താഴെ, പിന്നെ വെള്ളത്തില് ഡ്രോപ്പ് ടെസ്റ്റ്, അങ്ങനത്തെ കുറെ ഒരുപാട് റിലയബിലിറ്റി ടെസ്റ്റുകളുണ്ട്. പിന്നെ -30 അതുപോലെ +70 ടെമ്പറേച്ചറിൽ ചെയ്യുന്ന, പിന്നെ ഹ്യൂമിഡിറ്റി ടെസ്റ്റ്, പിന്നെ UV ടെസ്റ്റ്, അങ്ങനെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഹയർ കമ്പനികൾ, വലിയ കമ്പനികൾ ഇതെല്ലാം റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിതെല്ലാം വേണം അവർക്ക്. ഈ സാധനങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ പ്രൈസ് കൂടും. പിന്നെ അതുപോലെ തന്നെ അപ്പിയറൻസ് ടെസ്റ്റുകളുണ്ട്, അപ്പിയറൻസ് റിക്വയർമെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ചിലതുണ്ടാവും, ഒരു സ്ക്രാച്ച് ആണെന്നുണ്ടെങ്കിൽ എത്ര വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡോട്ട് ആണെങ്കിൽ എത്ര വരണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ടാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10,000 പീസ് ഒരു പിന്നെ ഫാക്ടറി സപ്ലൈ ചെയിനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഒരു 70% നമുക്ക് കിട്ടും. ബാക്കി 30% നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കോസ്റ്റ് അവിടെ ആഡപ്പ് വേണം. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് ഇതിന് $10, ഇതിന് $15. എന്തുകൊണ്ട്? നമുക്ക് പ്രോഡക്റ്റ് നോളജ് ഇല്ലാതെ നമ്മളെപ്പോഴും പോയി ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ്, ഇത് വേണ്ടതായിരുന്നു. സിമ്പിൾ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇവിടെ ഓപ്പോ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടല്ലേ, അല്ലെങ്കിൽ റിയൽമി എന്ന് പറഞ്ഞ ഫോണുകളുണ്ട്, അല്ലെങ്കിൽ സാംസങ് ഉണ്ട്. സാംസങ്ങിന് 15,000 രൂപയുടെ ഫോണുണ്ട്, ഐഫോണിന് 1,00,000 രൂപയുടെ മേലെ ഉണ്ട്. ഈ ഓപ്പോ ആയാലും സാംസങ്ങിൻ്റെ 15,000 രൂപയുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം കിട്ടും, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, കോൾ ചെയ്യാൻ പറ്റും, എല്ലാ സംഭവം ഐഫോണിലുള്ള എല്ലാ ഇതിനകത്തുണ്ട് അല്ലേ, ഒരാൾക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ഷോറൂമിൽ ചെന്നിട്ട് പറയുമോ ഇവിടെ 15,000 രൂപയ്ക്ക് നിങ്ങൾക്കൊന്ന് ഐഫോണിൻ്റെ ഷോറൂമിൽ കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അവിടെ 15,000 രൂപ കിട്ടും, നിങ്ങളെന്താ 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ 1,00,000 രൂപ? ദാറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഡിഫറൻസ്. അത് മനസ്സിലാക്കാത്തോടത്തോളം കാലം നമ്മളൊരു ട്രേഡറായിട്ട് മാറും.
ബൈ ആൻഡ് സെൽ. ചിലപ്പം ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാവില്ല, ലോങ് ടൈം ബ്രാൻഡായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോപ്പി കാറ്റ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റിദ്ധാരണ. ഇവിടുത്തെ മേജർ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ കേരള ബേസ്ഡ് ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ലെവലിലൊക്കെ ഉള്ള ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ മുൻപ് നിങ്ങളോട് സംസാരിച്ച സമയത്ത് ഇന്ത്യയിലെ ചില ബ്രാൻഡുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ചൈനയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മളെ നാട്ടിലേക്കൊക്കെ വരുന്നതാണ്. അങ്ങനത്തെ ഒരു ബിസിനസ്സിന് ഇനിയുള്ള കാലത്തും സ്കോപ്പ് ഉണ്ടാവും? ഇറ്റ്സ് ലൈക്ക് നമ്മൾ ബ്രാൻഡ് ഇവിടെ ബിൽഡ് ചെയ്തു, ബ്രാൻഡിങ്ങിൻ്റെ എല്ലാ എക്സസൈസും ഇവിടെ ചെയ്തു, പക്ഷെ സോഴ്സിങ് മുഴുവൻ ചൈനയിൽ വെച്ചിട്ട്. കാരണം ഇത് നമ്മൾ ഗ്ലോബലൈസേഷന്റെ കാലം എന്ന് പറയുമ്പോഴും ഇപ്പൊ താരിഫ് വാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ. നമ്മൾ ഓൾറെഡി പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. ആ മേഖലയുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെ ഞങ്ങൾ കാണുന്നത്? ഈ മേക്ക് ഇന്ത്യ വരുന്നതിന് മുമ്പ് നമ്മൾ മിക്ക പ്രോഡക്റ്റുകളും ചൈനയിൽ നിന്ന് വരുന്നത് CBU, അത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. മേക്ക് ഇന്ത്യ വന്നതിന് ശേഷം അത് പിന്നെ കുറേ പ്രൊഡക്ഷൻസ് നമ്മുടെ രാജ്യത്ത് തുടങ്ങി. ഇപ്പോൾ അവിടുന്ന് വരുമ്പോൾ കംപ്ലീറ്റ് പ്രോഡക്റ്റ് വരുമ്പോൾ ഇവിടെയുള്ള ടാക്സേഷൻ കാരണം, ഡ്യൂട്ടി കാരണം നമ്മുടെ അവിടുത്തെ SKD ആയിട്ടാണ് വരുന്നത്. SKD എന്ന് പറഞ്ഞാൽ സെമി നോക്ക് ഡൗൺ പ്രോഡക്റ്റായിട്ട്, അതായത് പകുതി അസംബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഫാക്ടറിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ CKD ഉണ്ട്. CKD എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ റയർ എർത്ത് മെറ്റീരിയൽസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. സപ്ലൈ ചെയിൻ ഈസ് വെരി പവർഫുൾ. സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് രണ്ടാണ്: സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും. ഈ രണ്ടും അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, പക്ഷേ മേ ബി ഇറ്റ് വിൽ ടേക്ക് സം. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഞാൻ ദുബൈയിലാണ്. ഓക്കെ, ദുബൈയിൽ ഇതുപോലെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് എനിക്കൊന്ന് അവിടെ പിന്നെ ഈ കസ്റ്റംസ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും കൂടി ഈസി ആയിരിക്കും. ഞാൻ ചോദിക്കുന്നത് ജനറലി ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ബ്രാൻഡ് മാനേജ് ചെയ്യുന്നു, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ട് വിൽക്കുന്നു. ഈ ബിസിനസ് ആസ് സച്ച് അതിന്റെ ഒരു ലോങ്ങവിറ്റി, കാരണം നിങ്ങൾ ഓൾറെഡി ആ മേഖലയിലുള്ള ആളായതുകൊണ്ട് ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഒക്കെ ചൈനയിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ലൈക്ക് ഓരോ രാജ്യങ്ങളും സെൽഫ് റിലയന്റ് ആയിട്ട് ഇപ്പൊ ചൈനക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സെയിം എലമെന്റ് നമുക്ക് ലേബർ ഫോഴ്സ് വലുതാ. ഇപ്പൊ ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ആണെങ്കിലും സപ്ലൈ ചെയിനും ഇന്ത്യക്ക് സ്ട്രോങ് അല്ല. പക്ഷെ ടു സം എക്സ്റ്റെന്റ് മറ്റ് ഏരിയകൾ ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ ഇതിലൊക്കെ വന്നു എന്ന് പറയുന്ന പോലത്തെ, എനിക്ക് ആ എക്സാക്ട് ടെക്നിക്കൽ ടേംസ് അറിയില്ല, ബട്ട് ദെൻ ആ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചൈനയ്ക്ക് ഈ അവര് ഇപ്പൊ എന്താണോ അവരെ ലോകത്ത് മുന്നിൽ നിർത്തുന്നത്, ഇതേ ഫാക്ടേഴ്സ് ഭാവിയിൽ ഉണ്ടാവുമോ? അതല്ലെങ്കിൽ 3 കാര്യങ്ങൾ: സ്കിൽഡ് ലേബേഴ്സ്, എഫിഷ്യൻസി, സപ്ലൈ ചെയിൻ. ഇപ്പൊ നമ്മൾ അതൊക്കെ പിക്കപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്കിൽഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ ഇപ്പോൾ ചില പ്രോഡക്റ്റുകൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് റിജക്ഷൻ റേറ്റ് വരും. ഓക്കെ, അപ്പോൾ ആ സ്കിൽഡ് നമ്മൾ സ്വായത്തമാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് പറ്റില്ല എന്നല്ല, നമുക്ക് എടുക്കാൻ കഴിയും, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതുപോലെ നല്ല സ്ട്രോങ് നെറ്റ്വർക്കിംഗ്, സപ്ലൈ ചെയിൻ, ഇതും നമുക്ക് വേണം. ഇത് നമ്മൾ ഭാവിയിലേക്ക് ആയി വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് നമുക്ക് ചൈനയെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാനുള്ള എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. കംപ്ലീറ്റ് ഒരു ലോകരാജ്യങ്ങൾക്ക് ചൈനയെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ മറന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ പ്രോമിസോ, ലൈക്ക് ട്രംപ് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ് അമേരിക്കയിൽ തന്നെ ഫാക്ടറികൾ വരണം, അമേരിക്കയിൽ നിങ്ങൾ സോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ താരിഫ്, ആപ്പിളിനെ വരെ അവര് ലൈക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്താലും ലോകത്ത് എവിടെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നിങ്ങളുടെ മേലെ താരിഫ് തരും, അതല്ലെങ്കിൽ യൂണിറ്റ് ഇൻവെസ്റ്റ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ക്യാൻ അമേരിക്ക ഡു ദാറ്റ്? ലൈക്ക് ചൈന ഇല്ലാണ്ട് അമേരിക്കക്ക് കഴിയും? No, they can't do it. The reason, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ലെസ് ആണ്. കാരണം വെച്ചാൽ ലേബേഴ്സിന്റെ എക്സ്പെൻസ് കുറവാണ്. US ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ്. ചൈനയായിട്ട് ഒരിക്കലും കമ്പീറ്റ് ഒരിക്കലും കഴിയില്ല. ഇന്ത്യക്ക് കഴിയും, പക്ഷെ അമേരിക്ക കഴിയില്ല. കാരണം അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് അവരവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കുന്നതിന്റെ 2-3 ഇരട്ടി കൂടുതൽ വെക്കും. അപ്പോൾ ബൈയിങ് പവർ കുറയും. അപ്പൊ എങ്ങനെ ഒരു ലോകത്തൊരു വലിയ ശതമാനം ഇന്നോവേഷനും അമേരിക്കൻ ഡ്രിവൺ അല്ലേ? അപ്പോ ഇപ്പോ റോബോട്ടിക്സിലോ മറ്റോ ഒക്കെ ഇപ്പൊ ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകളൊക്കെ
ഇനി റോബോട്ട് ലേബർ ആയിട്ട് വരുന്നത്. ഞാൻ ഒരു പൊട്ടൻഷ്യൽ സിനാരിയോ പറയാം കേട്ടോ. അപ്പോൾ ചൈനയിൽ സ്കിൽഡ് ലേബർ ഉണ്ട്, പക്ഷെ അമേരിക്കയിൽ സ്കിൽഡ് റോബോട്ടുകൾ മതി എന്ന് വെക്കുക. അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണം. അതായത് ഇപ്പോൾ ഏത് രാജ്യവും അവരുടെ വീക്ക്നെസ്സിനെ സോൾവ് ചെയ്യാനാണല്ലോ ടെക്നോളജി ഉപയോഗിക്കുക. അപ്പൊ അമേരിക്കക്ക് ലേബർ കോസ്റ്റ് കൂടുതലാണ്, അവർ പല കാര്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവർ അതിനെ മറികടക്കാനുള്ള ടെക്നോളജി വേഗം ഡെവലപ്പ് ചെയ്യും. കാരണം പെയിൻ പോയിന്റിനാണല്ലോ സൊല്യൂഷൻ. അപ്പൊ അമേരിക്ക ഇത് ഇങ്ങനെ ഒരു സൊല്യൂഷനായി കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സ്കിൽഡ് ലേബർ ഇല്ല എന്നുള്ള ഷോർട്ടേജ് ഒക്കെ അവർ ടെക്നോളജി വെച്ച് സോൾവ് ചെയ്യൂലേ? ഞാൻ ചുമ്മാ ഒരു നെയ്വായിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഡീപ് സീക്ക്, ChatGPT ബില്യൺസ് ഓഫ് ഡോളറാണ് അമേരിക്ക ചെലവ് ചെയ്തത് AI ടൂളിന് വേണ്ടിയിട്ട്. ചൈന ചെയ്തത് അതിൻ്റെ ഫ്രാക്ഷനാണ്, അതിൻ്റെ വളരെ കുഞ്ഞു പൈസക്കാണിത്. ആ ചിപ്പ് പോലും തരില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തു. ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ ഹുവാവൈ എന്ന് പറയുന്ന കമ്പനിനെ ഗൂഗിൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഓക്കെ, അവർക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അവർ സ്വന്തമായിട്ട് വളരെ പെട്ടെന്ന് സ്വന്തമായിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർമണി എന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത്. ഇതൊക്കെ തന്നെയാണ് അവരെ ഏറ്റവും വലിയ ഒരു നേട്ടം. ചൈനയുടെ വളരെ ഫാസ്റ്റാണ്. രണ്ടാമത്തെ, ചൈനയിലെ ഡാർക്ക് ഫാക്ടറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി റോബോട്ടിക്സ്. ഫാക്ടറിനകത്ത് ഒരു ഹ്യൂമനും ഇല്ല. ഒന്ന്. രണ്ടാമത്, ലോകത്തിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി AI ഹോസ്പിറ്റൽ വന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണ്. 40+ AI ഡോക്ടേഴ്സ് ഉണ്ട്. ആക്യുറസി 99.99% ആണ്. അതിനകത്ത് വേറെ ആരില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലിബാബയുടെ മുതലാളി ജാക്മ, അദ്ദേഹത്തിന് ഒരു കംപ്ലീറ്റ്ലി AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ഷെജിയാങ്ങിൽ. അവിടെ ഹ്യൂമൻസ് ഒന്നുമില്ല. നമ്മൾ പോകുന്നതും എൻട്രി ചെയ്യുന്നതും നമുക്ക് തരുന്നതും എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ഹ്യൂമൻ റീപ്ലേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഈ ചൈനയിൽ ഇപ്പോൾ നമ്മൾ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാമാണ് ഉപയോഗിക്കുന്നത്. ഫേസ് പോയി, ഐറിസ് പോയി, അതെല്ലാം പോയി, ഇപ്പോൾ പാമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത ഇതിൽ, പിന്നെ ഡ്രൈവർലെസ് കാറുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് ഞാൻ ഡ്രോണിലാണ് സാധനം വരുന്നത്. ഒരു ഹോളിവുഡ് സിനിമയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു അതാണ് ഇപ്പോൾ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇത്രയും ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാനുള്ള ഏറ്റവും വലിയൊരു റീസൺ, അമേരിക്ക ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കോസ്റ്റ് തന്നെയാണ് ഒരു പ്രധാന ഘടകം. പിന്നെ ഇപ്പൊ ചീപ്പ് റോബോട്ട് ലേബർ അവൈലബിൾ ആയാൽ പോലും ഒരു പക്ഷേ ചൈന റോബോട്ടിക്സിൽ മുന്നിൽ പോകുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, റോബോട്ടിക് ആണെങ്കിൽ ഇത് മാനുഫാക്ചർ ഉണ്ട്. അതുകൊണ്ടും അമേരിക്കയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ റോബോട്ട്സിന് ചൈന ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കൂടുതലാവും. അതെ അതെ. അപ്പോൾ ഒരു ഭരണാധികാരി പറയുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്യണം, ഇങ്ങോട്ട് വരണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. വരണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എല്ലാം. പക്ഷെ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? പക്ഷെ ഞാൻ അതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ എന്താ വെച്ചാലേ, ട്രംപ് ഒരു ബുള്ളിനെ പോലെ എല്ലാരും നെട്ടിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇന്നലെ മിനിയാന്ന ഒരു വാർത്ത കണ്ട എന്താ വെച്ചാല്, ട്രംപിന്റെ ഒരു കാര്യപ്പെട്ട അല്ലായി ആ ചങ്ങാതി ഇന്ത്യയെ അതാക്കണം ഇതാക്കണം, ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം വേണമെന്നൊക്കെ പറഞ്ഞു. അത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തീരുവ കൂടുതൽ ചുമത്തും. പിന്നെ റഷ്യയിൽ നിന്ന് നമുക്ക് റഷ്യ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. കാരണം റഷ്യ കാലങ്ങളായിട്ട് മിലിറ്ററി സംഗതികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. എനിക്ക് പൊളിറ്റിക്സ് കൂടുതലായിട്ട് അറിയില്ല, എങ്കിലും പറയുന്നത് അറിവ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. നമുക്ക് പല രീതിയിലുള്ള ട്രേഡ് ഉണ്ട് അവരായിട്ട്. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഓയിൽ, ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളും നല്ല സ്ട്രോങ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും പല യൂറോപ്യൻ മീഡിയാസൊക്കെ ചോദിക്കുമ്പോൾ അവർ വളരെ പെർഫെക്റ്റ് ആൻസർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഇതേ രീതിയിൽ അമേരിക്കക്ക് ഓയിൽ കൊടുക്കാൻ കഴിയുമോ? നോ, ദേ കാൺട്ട്. അല്ലേ? അമേരിക്കയിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രൈസിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല. റഷ്യയിൽ നൽകുന്ന പ്രൈസിന് ഒരു പക്ഷേ തരാൻ പറ്റുന്നുണ്ട്. അല്ല, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ അജണ്ട. ഈ വിഷയങ്ങളിൽ ഇപ്പൊ ഞാനിത് ചോദിക്കാൻ വന്ന വിഷയം എന്തായിരുന്നു വെച്ചാല്, അതായത് ഇങ്ങനെയൊക്കെ ട്രംപും ടീമും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്തും ചൈന ശരിക്കും ട്രംപ് എന്തൊക്കെയോ, അതായത് വീരവാദം വിളിക്കുന്നത്, അതായത് തല്ലാൻ പാടാന്നൊക്കെ പറയുന്ന പോലെയാണ് ട്രംപ് താരിഫ് വാർ അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ ചൈനന്റെ സൈഡിൽ നിന്ന് ഭയങ്കര മെച്ചോർഡ് റെസ്പോൺസ്. അത് ആരും എന്ത് ചെയ്യുന്നില്ല, ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ഓല് മൈൻഡ് ആക്കാതെ ഇങ്ങനെ നിൽക്കുക. അതായത് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാല്, ട്രംപ് ഇന്ന് പോയിട്ട് നാളെ അടുത്ത ആള് വരുമല്ലോ, അതുവരേക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അത് ചൈനയിലെ ഏതോ ഒരു
ഒരു ചീഫ് ലീഡർ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂറോക്രാറ്റ് ആണ് ആള് പറയാന്ന് വെച്ചാല് മിസ്റ്റർ കൗ ചൈന സിവിലൈസേഷൻ ഉണ്ടായിട്ട് 5000 വർഷമായി. അമേരിക്ക വെരി അപ്പൊ അമേരിക്കക്ക് മുന്നേ ചൈനയുണ്ട്, ഇനിയുള്ള കാലത്തും ചൈന ഇവിടെ ഉണ്ടാവും, അമേരിക്ക ഇല്ലാണ്ടേയും ചൈന ഉണ്ടാവും എന്ന് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് US. $30 trillion ഇക്കോണമിയാണ്. $30 trillion വിത്ത് 30 crore പീപ്പിൾ ആണ്. അതാണ് വ്യത്യാസം. അതായത് ഇപ്പൊ ഇന്ത്യ 150 കോടി ജനങ്ങൾ 4 ട്രില്യൺ എന്ന് പറയുമ്പോൾ അവിടെ 30 crore പീപ്പിൾ 30 trillion ഇക്കോണമി എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ഭയങ്കര ഹ്യൂജ് ആണ്. ആ മാർക്കറ്റ് മിസ് ചെയ്യുക എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടനിങ് ആയിരിക്കും. ബട്ട് ദെൻ ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചൈന അസച്ച് ഭയങ്കര കാമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് മേ ബി ഇങ്ങനെ ആയിരിക്കും. അതായത് 2 കൈ അടിക്കുമ്പോഴാണല്ലോ എന്താ പറയാ ഒച്ച ഉണ്ടാവുക എന്ന് പറയേണ്ട പോലെ ട്രംപ് ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോഴും ചൈന കുറച്ചും കൂടെ ഒരു സംയമനം പാലിച്ചു. അത് അവരുടെ ഒരു പോളിസിയാണ്. ഇൻ ടേംസ് ഓഫ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബിസിനസ് കിട്ടും എന്ന് മാത്രം നോക്കുന്നത്. അവർ ഇമോഷണലി പെരുമാറൽ ബിസിനസ് ടേംസിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇമോഷണലി പെരുമാറുന്നത് വളരെ കുറവാണ്. അവർ വളരെ പ്രാക്ടിക്കലായിട്ട് മെച്ചുവേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് ഒരു US മീഡിയ പേഴ്സൺ ഒരു സ്പോക്സ് പേഴ്സൺ ഓഫ് ചൈനൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ താരിഫും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ് ആൻഡ് വി ഡോണ്ട് കെയർ. ഞങ്ങളെ ബോധരാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രേഡ് വാർ വന്നിട്ട് പോലും ഫൈനലി ട്രംപ് കുറയ്ക്കേണ്ടി വന്നു. ട്രംപ് ബാക്കിലേക്ക് പോയി എന്നുള്ളതാണ്. ട്രംപ് അത് ഇവൻ അത് ഇങ്ങനെ വരെ കണ്ടിരുന്നു. ഇപ്പൊ ഐഫോൺ ഫുള്ളി US ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ $1000 ആണല്ലോ ഒരു ഐഫോണിന് ഏകദേശം അവിടുത്തെ പ്രൈസ് വരുന്നത്. ഇത് $3000 ആവുമെന്ന് പറഞ്ഞുണ്ട്. ലൈക്ക് അവർക്ക് അതുകൊണ്ട് ബാക്കിലേക്ക് പോവല്ലാണ്ട് വഴിയില്ല. അതെ, അത് മാത്രമല്ല ആ സമയം തന്നെ എത്രയോ ഫ്ലൈറ്റിൽ പിന്നെ ഐഫോണും കാര്യങ്ങളും പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് വാർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇരട്ടിയാവും, താരിഫ്. അതെ, ഇരട്ടിയാവുന്നില്ല. ഈ ട്രേഡ് വാർ ഒന്നും ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് വേണ്ടത്. അല്ല നമ്മൾ നഴ്സറി കുട്ടികളെ പോലെ പിന്നെ ത്രെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ. പക്ഷെ അതെന്താണെന്ന് അറിയാം, അത് അവര് ക്ലെയിം ചെയ്യുന്ന ഒരു ഭാഗം എന്താ വെച്ചാൽ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമ്മൾ ടൂ മച്ച് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ US ഒരു കാലത്ത് ചീപ്പായിട്ട് കിട്ടാൻ വേണ്ടി ചൈനയെ ഡിപ്പെൻഡ് ചെയ്തു. പക്ഷെ ഇന്നത് അവർക്ക് വിനയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും അമേരിക്കക്ക് പുറത്താണ്. അപ്പോൾ അമേരിക്കക്ക് ശരിക്കും അമേരിക്കന്റെ സപ്ലൈ ചെയിൻ്റെ മേലെ പോലും കൺട്രോൾ ഇല്ല. ഇത് അവര് ഒരു സിനാരിയോ കാണുകയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ലോകത്തുള്ള സപ്ലൈ ചെയിൻ മുഴുവൻ ഒരുപാട് ഡിസ്റപ്റ്റഡ് ആയി. ഞാൻ ബ്രോക്കൺ ആയി എന്ന് പറയില്ല, ഡിസ്റപ്റ്റഡ് ആയി. അപ്പോൾ ഇനി ഇതല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പം എന്താ വെച്ചാൽ നോർത്ത് കൊറിയ ആണവായുധമുള്ള രാജ്യമാണ്, ചൈന ആണവായുധമുള്ള രാജ്യമാണ്, റഷ്യ അഗൈൻ ഒരു അലയൻസ് ആണ്. ഇനി ബ്രിക്സിന്റെ ഒരു അലയൻസ് ഉണ്ട്. ഈ രാജ്യങ്ങളൊക്കെ പ്ലസ് അതിൽ നോർത്ത് കൊറിയ ഇല്ല തോന്നുന്നുണ്ട്. പക്ഷെ ദെൻ ഈ രാജ്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു അലയൻസ് വരുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ സൗത്ത് എന്നാണല്ലോ ഇവരെ വിളിക്കുക. അപ്പോൾ ഗ്ലോബൽ സൗത്ത് പൊങ്ങി വരുമ്പോൾ ശരിക്കും ഈ അമേരിക്കൻ ഹെജിമണി അല്ലെങ്കിൽ അമേരിക്ക പ്ലസ് ആ ഒരു ഭാഗത്തിന്റെ ഹെജിമണി അവർ ഒരു ത്രട്ടൻഡ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണല്ലോ ശരിക്കും. കാരണം നമ്മൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടൂ മച്ച് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന്ന് ആവൂലേ ഒരു പക്ഷേ ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ഡിപ്പെൻഡൻസി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാപ്പബിലിറ്റി കൂടി വേണം. അതാണ് പ്രധാനം. അല്ല നമ്മൾ ഇത് ചെയ്യും അത് ചെയ്യുന്നു പറയില്ല, അത് ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് കൂടി വേണം. അതിന് ഏറ്റവും വിനായി നിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇപ്പോൾ ഒരു ബില്യൺ അല്ലെങ്കിൽ ഒരു 10 മില്യൺ ഐഫോൺ കച്ചവടം ചെയ്യുന്ന സമയത്ത് US കംപ്ലീറ്റ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ 1 മില്യണിലേക്ക് പോകും. കാരണം അത് അഫോർഡ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയും അല്ലേ. അത് അവിടുത്തെ കാരണം അത്രയും ഹൈ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. കാരണം അവിടുത്തെ ലിവിങ് കോസ്റ്റ്. ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിൽ ബീറ്റ് ചെയ്യാൻ കഴിയും. ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കോസ്റ്റ് ലെസ് ആയതുകൊണ്ട് ഇന്ത്യക്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ഹ്യൂജ് മാർക്കറ്റാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഒരു സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. കാരണം നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് ലെസ് ആണ്. അല്ല അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഒരു നിങ്ങൾ ഇൻഡയറക്ട്ലി പറയണത് അമേരിക്ക ചൈനയുമായിട്ട് അകലെയാണെന്നുണ്ടെങ്കിൽ അത് പരോക്ഷമായിട്ട് ഇന്ത്യക്ക് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ മാനുഫാക്ചറിങ് എല്ലാം ഇങ്ങോട്ട് വരേണ്ട സിറ്റുവേഷൻ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അഫോർഡബിലിറ്റി കൂടുമ്പോഴാണ് ബൈയിങ് പവർ കൂടുന്നത് അല്ലേ.
അപ്പോൾ ആൾക്കാർ 100 രൂപയുടെ സാധനം അത് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഒരുപാട് എണ്ണം നമുക്ക് വിൽക്കാൻ കഴിയും. അത് കുറയുമ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് കുറയും, ബിസിനസ് സപ്ലൈ ചെയിൻ അതിനെ ബാധിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, മാനുഫാക്ചറിങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബൈയിങ് പവർ എന്തായാലും കൂടും. കാരണം ഇന്ത്യയിൽ കൂടുതൽ ക്യാപിറ്റൽ വരും. തീർച്ചയായിട്ടും ക്യാപിറ്റൽ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡോളേഴ്സ് വരികയല്ലേ ഇങ്ങോട്ടേക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും. നമ്മുടെ കറൻസി ആണെന്നുണ്ടെങ്കിലും മറ്റു രീതിയിലാണ്. അപ്പോൾ മേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ മേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്. നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അത്. കാരണം അതുകൊണ്ട് അതിന്റെ ട്രംപ് വെർഷൻ ആക്ച്വലി ട്രംപ് ചെയ്യുന്നത്, അതായത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ശരിക്കും മേക്ക് ഇൻ അമേരിക്കയാണ്. അതായത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, പക്ഷെ അമേരിക്ക മേക്ക് ഇൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകം ത്രെട്ടൻഡ് ആവുന്നുണ്ട്. പക്ഷെ അമേരിക്കക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ 50% ഓഫ് ബോയ്സ് യങ്സ്റ്റേഴ്സ്. ഇത് രണ്ടും ലോകത്ത് വേറൊരു രാജ്യത്തിനുമില്ല. ഇത് രണ്ടും മാത്രം ഇത് മാത്രം മതി ഇന്ത്യ ഇറ്റ്സ് ടു ബിക്കം എ സൂപ്പർ പവർ ഇൻ ടേംസ് ഓഫ് GDP ഓർ എനിത്തിങ്. അപ്പോൾ നമ്മൾ ശരിക്കും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ യൂത്തിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് നമ്മൾ ഒരുപാട് ഏരിയകൾ കവർ ചെയ്തു. അതായത് ചൈന കോപ്പി അടിക്കുകയാണോ, ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ടോ, ചൈനയിൽ സ്റ്റേറ്റ് ലെഡ് ആണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ശരിക്കും അങ്ങനെ ഒരു ഡാറ്റ കണ്ടിട്ടുണ്ട്. ടോപ്പ് 200 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്, അതിൽ ഒരെണ്ണം പോലും ഇന്ത്യൻ ഇല്ല. പക്ഷെ ചൈനയിൽ നിന്ന് കുറേ എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ MBBS പഠിക്കാൻ പോയി, പക്ഷെ ഇന്ന് ഒരുപാട് ആൾക്കാർ ഹയർ എഡ്യൂക്കേഷൻ MBBS അല്ലാത്ത മേഖലകളിലേക്കൊക്കെ ചൈനയിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഹാർവാർഡും MIT ഒക്കെ പോലത്തെ പെക്കിംഗ് യൂണിവേഴ്സിറ്റി, ഷിങ്ഹ്വ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നവരുണ്ട്. ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും അവിടെ തന്നെ ചിലപ്പോൾ ജോലിയും മറ്റൊക്കെ ആയിട്ട് സ്റ്റേ ബാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ സേക്കിന് വേണ്ടി ചോദിക്കുക. അപ്പം നിങ്ങൾ അവിടെ ജോലിയിൽ തുടങ്ങി ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ഇതേ റൂട്ട് ഒരാൾ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അയാൾക്കുള്ള പോസിബിലിറ്റി എത്രമാത്രമാണ്? അയാൾക്ക് ചൈനയിൽ ഓക്കെ സെറ്റിൽ ആവണം, ലൈക്ക് നിങ്ങൾ സെറ്റിലായ പോലെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവണം എന്നുള്ള ലൈക്ക് ആ ഒരു ഭാഗമല്ല, ബിസിനസ് വൈസ് ഓർ കരിയർ വൈസ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിന് ലൈക്ക് എന്ത് പാത്താണ് അയാൾ ഫോളോ ചെയ്യേണ്ടത്? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. 100% നമുക്ക് ഓൺ ചെയ്യാം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. കാരണം ചൈനയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡിഫറൻസ്, കൾച്ചർ ഡിഫറൻസ് അതൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പ്രോപ്പർ ടീം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടുണ്ടാക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു ജോലിക്ക് വരുമെന്ന് പറഞ്ഞാലും ചൈന ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനി അതർ കൺട്രി. കാരണം അതിൽ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ മെയ്ഡ് ജോബ്, ഡ്രൈവർ ജോബ്, അതായത് വളരെ സാധാരണ നമ്മൾ GCCയിലേക്കൊക്കെ പോകുന്ന ഒരുപാട് അത്തരം ജോലികൾ അവിടെ ഇല്ല വിദേശികൾക്ക്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, അവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ബാച്ചിലർ ഡിഗ്രി വേണം. +2 ആണെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ പോലും കിട്ടില്ല. മിനിമം ബാച്ചിലർ ഡിഗ്രി വേണം. ബ്ലൂ കോളർ ജോബ്സ് കിട്ടില്ല. അതെ. അപ്പോൾ മിനിമം ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഏതെങ്കിലും വർക്ക് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടും. വിദേശിക്ക്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് വർക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള പിന്നെ ഒരുപാട് ചൈനീസ് ലാംഗ്വേജ് അറിയണം, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ മിനിമം 60 സ്കോറെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടും. അത് കുറച്ച് ടഫാണ്. അപ്പോൾ മറ്റു രാജ്യം, ഇപ്പോൾ അമേരിക്കയൊക്കെ ആണെങ്കിൽ പോലും +2 കഴിഞ്ഞ ആൾക്കാർക്ക് പോവാം, ജോലി ചെയ്യാം, മെയ്ഡായിട്ട് പോവാം, ഡ്രൈവറായിട്ട് പോവാം. പക്ഷേ ചൈനയിൽ ഇതൊന്നും നടക്കില്ല. ചൈനയിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽഡ് ലേബറിനെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. യെസ്. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇതുപോലുള്ള ജോലിക്കൊന്നും അവർക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരുപാട് മലയാളികൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു നമ്മുടെ ഉമറിൻ്റെ ഒരു ഇതിലൂടെ ഒരു കാര്യം കൂടി നമ്മുടെ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കാൻ, ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് 3 ഡേയ്സിൽ 10,500 CVs ആണ് വന്നത്. ജസ്റ്റ് 3 ഡേയ്സ്. ഇതിൽ ഹെഡിങ് ഇല്ല, സബ്ജക്റ്റ് ഇല്ല, അങ്ങനെ തന്നെ എൻ്റെ ഏകദേശം 70% മെയിൽ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയറിന് പെട്ടെന്ന് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. രണ്ടാമത്, ചൈനയിൽ ജോലി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ അത്ര ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ പോലും നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ബ്രദർ ആണെങ്കിൽ പോലും
എൻ്റെ ബ്രദർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് എൻ്റെ കമ്പനിയിൽ വർക്ക് വിസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ഓക്കെ, അതായത് ഓണർക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, കാരണം വെച്ചാൽ ഇത് ഗവൺമെൻറ്റിലല്ലേ വർക്ക് വിസ കൊടുക്കുന്നത്, നമ്മളല്ലല്ലോ. നമുക്ക് ആളെ സെലക്ട് ചെയ്യാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷേ ആ വർക്ക് വിസ ഇഷ്യൂ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള അവർ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എക്സാമ്പിളായിട്ട് എൻ്റെ സ്വന്തം ബ്രദർ ആണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിന് ബാച്ചിലർ ഡിഗ്രി ഇല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൈക്ക് നിങ്ങളുടെ കമ്പനിയിൽ 500+ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞത്, ഏതൊക്കെ കൈൻഡ് ഓഫ് ജോബ്സ് ആണ് അവർ വർക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ കമ്പനിയിൽ എനിക്ക് 2 കമ്പനിയാണുള്ളത്. അതിൽ ഒന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ് ആണ്. അതിൽ ഫാക്ടറി തൊഴിലാളികളുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട്, അതുപോലെ സെയിൽസ് ഉണ്ട്, PMC, അതുപോലെ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ കമ്പനി തന്നെ IPT എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനി ഒരു 32 കാറ്റഗറീസ് ഓഫ് പ്രോഡക്റ്റ് വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി. ഒരു എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് മോഡൽ, കസ്റ്റമേഴ്സിന് വേണ്ട പ്രോഡക്റ്റുകൾ ഫ്രം ഫാക്ടറി ഓഡിറ്റ് മുതൽ ഷിപ്മെൻറ്റ് വരെ, അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു കമ്പനിക്ക് അവിടെ ഒരു 10-40 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമോ അതിൽ മേലേക്ക് നമ്മൾ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസാണ്. ഇപ്പോൾ നമ്മൾ പുതിയ മാർക്കറ്റൊക്കെ GCC പോലെ മാർക്കറ്റൊക്കെ വരുമ്പോൾ കൂടുതൽ സെയിൽസാണ്. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം വെച്ച് പറയുന്നതാണ്, എല്ലാവരും കുറിച്ചല്ല പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ ആൾക്കാരുടെ എന്നിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഭയങ്കര ലേസിയാണ്. ചൈനക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലേസിയാണ്. ഓക്കെ, രണ്ടാമത് ഒരുപാട് എക്സ്ക്യൂസസ് ആണ്. ഇതൊന്നും ചൈനക്കാർക്ക് ഇഷ്ടമല്ല. കാലത്ത് ചിലപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ പറയും എനിക്ക് കാല് വേദനിക്കുന്നു അല്ലെങ്കിൽ കൈ വേദനിക്കുന്നു, എന്നിട്ട് ഇവർ ഓഫീസിൽ വരില്ല. രണ്ടാമത് അവിടെ വന്ന് അത്രയും ബുദ്ധിമുട്ടിട്ട് പടുത്തു പോലും, ഉമർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരു പയ്യൻ എന്നെ 2 മാസത്തോളം എന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ ജോലി കൊടുത്തിട്ട് ആ പയ്യൻ അവിടെ വന്നിറങ്ങി കമ്പനിയിൽ ജോയിൻ പോലും ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഓക്കെ അവർക്ക് പറ്റാത്തതാണ്. ഓഫീസിൽ പോലും കയറുന്നതിന് മുമ്പ് വീട്ടുകാരെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നടന്ന അല്ല, ഒരു 31 ഇയേഴ്സ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ ഫാമിലിനെ പറ്റി ചിന്തിക്കണ്ടേ, ഇത്രയും കാശൊക്കെ മുടക്കി അവിടെ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ എഫിഷ്യൻസി കൂട്ടണം, യൂത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിക്കുക, എക്സ്ക്യൂസസുകൾ കുറയ്ക്കുക, എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ബിസിനസ്സിൽ നല്ല ഒരു സ്ഥലത്തും, ഇപ്പോൾ ഉമറാണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇത് കേൾക്കുന്നവർക്ക് ഒരു കൗതുകമുള്ളതോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ ആണെങ്കിൽ പോലും അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത്രയും നിങ്ങൾ പഠിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്, അതിൻ്റെ അറിവുകൾ സ്വായത്താക്കുന്നുണ്ട്. എന്നിട്ടാണിത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ചാരിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ജനങ്ങളിലേക്ക് ഒരുപാട്, ഞാനതൊരു കൗതുകത്തിന്റെ പേരിൽ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഓക്കെ നമ്മളെ ബിസിനസ്സും അതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി, കാരണം ഇത് നിങ്ങൾ എനിക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് അറിയുന്നുണ്ട്, ഇൻകത്തിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ എക്സ്പെൻസാണ് നിങ്ങൾക്ക് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാരിറ്റി പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഉമറിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ നെഫ്യൂനെ വിളിച്ചപ്പോൾ നെഫ്യൂ ചോദിച്ചു ആരെ കൂട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉമറിനെ കാണാമെന്ന്. ഉമറിനെ ഹി ഹാസ് എ വെരി ബിഗ് ഫാൻ ബേസ്. കാരണം ഒരുപാട് ആൾക്കാർ ഉമറിനെ കേൾക്കാനും ഉമർ കൊടുക്കുന്ന പുതിയ കാര്യങ്ങൾ കേൾക്കാനും. ഇത് ഞാൻ ഉമറിനെ പൊക്കി പറയുന്നതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉമറിൻ്റെ ഇവിടെ ഇരുന്ന് ഉമറിനെ പറ്റി കുറച്ച് നന്നായിട്ട് പറഞ്ഞു. ഇത് കേരളത്തിലുള്ള എല്ലാ ഓഡിയൻസിനും അല്ലെങ്കിൽ വ്യൂവേഴ്സിനും കാണുന്നതും അവർക്ക് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഴിഞ്ഞ പ്രാവശ്യം കാൻഡൻ ഫെയറിൽ ഉമറിൻ്റെ ഒരു വീഡിയോയിൽ നിന്നും തൗസൻഡ്സ് ഓഫ് എൻക്വയറീസ് വന്നതും അതിൽ വന്ന ആൾക്കാരെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ബിഗ് ബിസിനസ് പീപ്പിൾ കം, അവർ ചില ആൾക്കാർ ഒരു ഡയറക്ഷൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനു വന്ന, ഉമറിനെ കാണാൻ വേണ്ടി വന്നത്. അതെന്താണെന്നറിയാം, ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് കനുള്ള വിഷയം, എന്റർടൈൻമെന്റ് ഒന്നുമില്ല. അപ്പൊ ഈ കാണുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഹയർ അംബീഷൻ ഉള്ള ആൾക്കാരായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും ദഹിക്കൂല. അപ്പൊ അവർ എന്നെ കാണൂല. അപ്പൊ എന്നെ കാണുന്ന ആൾക്കാർക്ക് ഓക്കെ നമ്മളെ മീറ്റ് ചെയ്യാനോ മറ്റോ ഒന്നും വേറെ വെന്യൂസ് ഇല്ലല്ലോ. അപ്പൊ ശരിക്കും ഒരു യാത്ര പോവാന്നൊക്കെ പറഞ്ഞാല് അവരും ആ മൂഡ് ഉണ്ടെങ്കിൽ അവരൊക്കെ എന്നാ ഉമറിന്റെ കൂടെ പോകാൻ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ വരുന്നു. ലൈക്ക് അങ്ങനെ ആ ഒരു ഫാക്ടർ വല്ലാണ്ടുണ്ട്. പിന്നെ യാത്ര എപ്പോഴും ഒരാളെ പരിചയപ്പെടാനോ നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ നല്ലത് യാത്രയാണ്. കാരണം കുറെ സമയം വെറുതെ കിട്ടും. പിന്നെ രാവിലെ കൈൻഡ് ഓഫ്
ഭക്ഷണം കഴിക്കുന്ന പോയിന്റ് തൊട്ടിട്ട് ഉറങ്ങുന്ന പോയിന്റ് വരെ അതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഉള്ള എക്സ്പെർട്ടൈസ്ഡ് ആൾക്കാരും നമ്മളെപ്പോലെ മാനുഫാക്ചറിങ് ഫീൽഡിൽ നിന്നുള്ള എക്സ്പെർട്ടൈസ്ഡ് ആൾക്കാരും ഒരു ബഞ്ച് ഓഫ് ചൈനീസ് പീപ്പിൾ എല്ലാവരും കൂടി അതിലൊരുപാട് ഫോർച്യൂൺ കമ്പനികളിലെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വലിയൊരു പ്രീമിയം ലെവലിൽ ഒരു ബിസിനസ് കോൺഫറൻസ്, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് അതിൽ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിന് ഉണ്ടാക്കിയെടുക്കണം അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടാവും, പക്ഷേ ഫണ്ട് ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യണം എന്നറിയില്ല. ചില ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടായിരിക്കും, പക്ഷെ എവിടെ വെക്കണം എന്നറിയില്ല. ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾ കണക്ട് ചെയ്യിപ്പിക്കണം. കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായത് എന്താ വെച്ചാൽ അവിടുന്ന് പരിചയപ്പെട്ടിട്ട് അവർ പരസ്പരം ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുണ്ട്. അതൊരു പോസിറ്റീവ്. ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ മറ്റ് പല ബിസിനസ്സുകൾ വരുന്നുണ്ടെന്നുള്ളത്. അതും കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകാത്ത ആൾക്കാർ പോലും അവർ ചിന്തിച്ചു തുടങ്ങി ഈ ഒരു കമ്മ്യൂണിറ്റി കാരണം. നമുക്ക് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അത് GCC-ലാവട്ടെ, മലയാളികളെ. അപ്പോൾ അവർക്കൊരു ബ്രിഡ്ജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫണ്ടുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനൊക്കെ ആ ഒരു 9 ദിവസത്തെ യാത്ര ഭയങ്കര ഹെൽപ്ഫുൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കണക്കിന് അല്ലെങ്കിൽ 1000 എൻക്വയറീസ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതാണ് ഒരു റിഗ്രറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2 days or 3 days എത്തി നിങ്ങളുടെ ഒരു മാക്സിമം ഔട്ട്പുട്ടിലുള്ള എല്ലാവരും അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പ്രയോറിറ്റി ഒക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണല്ലോ യാത്രയൊക്കെ സാധ്യത. ക്യാപിറ്റൽ വേണം, ടൈം വെക്കണം, ഫാമിലിയിൽ എമർജൻസി ഒന്നും വരാതിരിക്കണം. അങ്ങനെ പല ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കാന്റൺ ഫെയർ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ പറയേണ്ട എപ്പോഴും എന്താ വെച്ചാൽ ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഓപ്പൺ ആകും. ഒരു പക്ഷേ അത് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചർച്ച ഒരുപാട് നീണ്ടുപോയി. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ബിസിനസ്സുകാരുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു ഫൈനൽ മെസ്സേജ് പോലെ, അതായത് ചൈനയിൽ ബിസിനസ് ചെയ്തിട്ട് ഐ തിങ്ക് ഒരു ബിഗ് ഫിഗർ, ഞാനത് നമ്പേഴ്സ് പറയുന്നില്ല, ബട്ട് then അത്യാവശ്യം നല്ല വോളിയം ബിസിനസ് ചെയ്യുന്ന ആളെന്നുള്ള നിലക്ക് ഹൗ യു ഡിഫൈൻ സക്സസ്, അല്ലെങ്കിൽ അതിലേക്കുള്ള പാത്ത് എങ്ങനെയാണ്? ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, കണക്ടിവിറ്റി. പണം അല്ല പ്രൈം ബിസിനസ്സിന്. കാരണം ഞാനൊക്കെ വന്നിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എനിക്കൊന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് റിസോഴ്സാണ് ആൻഡ് കണക്ഷൻസാണ്. ഈ റിസോഴ്സും കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി, ജസ്റ്റ് ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മളെ കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാന്റൺ ഫെയർ പോലുള്ള യാത്രകളിലെല്ലാം നമ്മൾ ഉമർ ചെയ്യണമെന്ന് മാത്രമല്ല, ഏതൊരു കാന്റൺ ഫെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ്. നമ്മൾ കണ്ടതല്ല ലൈഫ്, നമ്മൾ കണ്ടതല്ല ലോകം എന്നുള്ളത്. ചൈന കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ ഭയങ്കര വലുതായി കാണുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ സിസ്റ്റം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടേതാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ഇതിലൊന്നും വിശ്വസിക്കാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷ്യ സംസ്കാരമായാലും ഫാമിലി വാല്യൂസ് ആയാലും സിസ്റ്റംസ് ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ആൾക്കാർ ഡിസിപ്ലിൻഡ് ആണ്, വൃത്തിയുണ്ട്. വൈകുന്നേരം ഞാൻ ഒന്നാമത്തെ തവണ വന്ന സമയത്ത് നിന്നിരുന്നത് ഒരു ഒരു ഫാമിലി റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അവർ ഭയങ്കര പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല ജോളിയായിട്ട് ആ ദിവസം വൈൻഡപ്പ് ചെയ്തു, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് നമ്മൾ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. പക്ഷേ അവർക്ക് അവരുടേത്, നമുക്ക് നമ്മുടേതും ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉൾക്കൊള്ളുന്നതിലാണ് ശരിക്കും നമ്മളെ സക്സസ്. കേരളത്തിലുള്ള നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെ അല്ല, കുറച്ച് ആൾക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതാണ് ദ ടോപ്പ് ബെസ്റ്റ് വേൾഡിൽ.
പക്ഷേ ചൈനക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ ഫാമിലി വാല്യൂസ് അല്ലെങ്കിൽ അവർ വളരെ ഫാമിലി ഓറിയൻറ്റഡ് പീപ്പിളാണ്. അവരുടെ പരസ്പരം സഹകരണമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി ഗ്രൂപ്പൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ 500 ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു ഗ്രൂപ്പിൽ. എന്തെങ്കിലും ഒരു വീട്ടിലൊരു ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും 3000 കിലോമീറ്റർ അപ്പുറത്ത് വരെ ചിലപ്പോൾ ഫ്ലൈ ചെയ്ത് തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവളുടെ കൂടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ക്ലാസ്മേറ്റ് 3000 കിലോമീറ്റർ ദൂരത്തു നിന്നും അവിടുന്ന് ബിസിനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് അവിടുന്ന് ഫ്ലൈ ചെയ്ത് വന്നിട്ട് ഒരാഴ്ചയോളം നിന്ന് അത്രയും ഭയങ്കര ബോണ്ടിങ് ഉള്ള ആൾക്കാർ. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിയാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ ആ ഫാമിലി വാല്യൂസും അവർ പഠിക്കുന്ന സ്കൂൾ മുതലേ പഠിച്ചു വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് പുറത്തിറങ്ങുക, നമ്മുടെ ഇവിടുന്ന് നിന്ന് തിരിയുന്നതിന് പകരം കുറച്ചും കൂടെ ലോകം കാണാം. അതെ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് അറിവും ഇൻഫർമേഷൻസും അതുപോലെ പല വഴിത്തിരിവുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഉമറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഇങ്ങനെ ഒരു സംസാരിക്കാൻ അതെ വെന്യൂ ഉണ്ടായില്ല. എനിക്കും അങ്ങനെ തന്നെ. ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പരിധി വരെയൊക്കെ എന്താണെന്നറിയോ, ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഒപ്റ്റിമിസ്റ്റാണ്. ജനറലി ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്തെങ്കിലും ബാഡ് ഉണ്ടായാലും അതിലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാവും എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ വലിയ ശതമാനം ഇപ്പം എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഐഡിയ ഉമർ എന്ന് പറയാം, കളിയാക്കുന്നതാണ്. എന്താ വെച്ചാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഒരു ഐഡിയ പൊട്ടും, പക്ഷെ ഐഡിയ പൊട്ടിയെന്ന് കരുതി അന്തം വീടല്ലേ ചെയ്യുക, പുതിയ ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് പുതിയ ഐഡിയയിൽ വർക്ക് ചെയ്യും. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവർ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് തോന്നുന്നു നമുക്ക്, നമ്മൾ അവർ പറയേണ്ട കേൾക്കുന്ന സമയത്ത്. കാരണം അവർ പറഞ്ഞ പോലെ ഒരു 90% ഓഫ് ദ ടൈം അവർ പറഞ്ഞ പോലെയാണ് നടക്കുക. പക്ഷെ ഇപ്പോൾ ലൈഫിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഡൗൺ ദ ലൈൻ, ഞാൻ കോളേജ് കഴിഞ്ഞിട്ടൊരു 12 വർഷം 13 വർഷം അവനായി. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ അന്ന് നമ്മളെ നെഗറ്റീവ് പറഞ്ഞിരുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറേ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര അച്ചീവ് ചെയ്തു എന്നല്ല പറയുന്നുണ്ട്, ബട്ട് ദെൻ നല്ല ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അതിനെനിക്ക് റീസൺ ആയി തോന്നി എന്താണെന്നറിയോ, ലൈഫിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് ചിന്തിച്ച ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഇതിവിടെ ഒന്നും നേരാകാൻ പോണില്ല എന്ന് ചിന്തിച്ച ആരുടെയും ജീവിതം നേരായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ലൈക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒപ്റ്റിമിസം വഴി നന്നാവും അല്ലെങ്കിൽ നന്നാവണം എന്ന് കരുതി പണിയെടുത്ത എല്ലാവരും ചിലപ്പോൾ കഴിച്ചിലായിട്ടുണ്ടാവില്ല. പക്ഷെ കഴിച്ചിലായ എല്ലാവരും ഈ നന്നാവും എന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും. അല്ലാതെ ഇവിടെ ഒന്നും നേരാകാൻ പോണില്ല എന്ന് വിചാരിച്ച ചങ്ങായി പണിയെടുക്കൂലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊന്നും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഒപ്റ്റിമിസം വേണം. ഇതിൽ വേണ്ട ഒരു 4 കാര്യം, ഇത് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ 4 കാര്യം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനാണ്, ഒന്ന് ഹാർഡ് വർക്കിംഗ് ആണ്, പിന്നെ ഈ പ്രൊജക്റ്റീസ് ആവാതിരിക്കുക, മുൻകൂട്ടിയിട്ട് നമ്മളൊരു ധാരണ വെച്ചിട്ടൊരു കാര്യം ചെയ്യാതിരിക്കുക. അതായത് അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്താഗതി മാറ്റണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ലൈഫിൽ ഒരുപാട് താഴോട്ട് കൊണ്ടുവരും. നമുക്കുള്ള ഒരുപാട് കണക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. പണമല്ല ഏറ്റവും പ്രധാനം, ബിസിനസ് ചെയ്യണം, അതിനുവേണ്ട റിസോഴ്സ് ആൻഡ് കണക്ടിവിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ റിലേഷൻഷിപ്പ് അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു പിന്നെ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, അവരടുത്ത് ക്യാഷ് ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയില്ല. ഇനി നമുക്ക് അവരുടെ റിലേഷൻ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ നമുക്കും കിട്ടും. അത് മാത്രമല്ല, അവർക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ പുതിയ വഴികൾ തുറന്ന് കൊടുക്കാൻ കഴിയും. ഓക്കെ, ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ടീമിനെ ബിൽഡ് ചെയ്യാതെ നമ്മൾ കുറേ കാശും വീട്ടിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇനി നല്ല ടീമില്ലെങ്കിൽ ക്യാഷ് ഉപയോഗിച്ച് ബിസിനസ് കഴിഞ്ഞാൽ ആ ബിസിനസ് പൊളിഞ്ഞു പോകും. എന്തായാലും എനിക്കൊന്ന് അത്യാവശ്യം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ചൈനയെക്കുറിച്ച് നിങ്ങൾക്ക് ജനറലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറേ ധാരണകൾക്ക് നൗഷാദ്ക്ക് കുറച്ച് ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നൗഷാദ്ക്കെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പരിചയപ്പെടണമെന്നുണ്ടെങ്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാണ്ട് ഇത്തവണത്തെ കാൻഡൻ ഫെയർ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഇത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള എല്ലാ ഫെസിലിറ്റേഷനും എൻ്റെ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ചൈനയിലെ എയർപോർട്ടിൽ ഇറങ്ങിയ പോയിന്റ് തൊട്ടിട്ട് നൗഷാദ് ഖാൻ്റെ ടീമാണ് കംപ്ലീറ്റ് ഫെസിലിറ്റേഷനൊക്കെ ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-on-1 മീറ്റിംഗ്സ് ബുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക.